1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ പൈസ ഡബിൾ ചെയ്യാന്ന് പറഞ്ഞ എന്തെങ്കിലും സ്കീമിലാണ് നിങ്ങൾ ചേരുന്നെങ്കിൽ നിങ്ങളൊരു സ്കാമിലാണ് ചെന്ന് ചാടുന്നത്. ഇപ്പോൾ പലപ്പോഴും കുറേ ഡമ്മി ആപ്പുകൾ പ്ലേ സ്റ്റോറിലും പല സ്ഥലങ്ങളുണ്ട്. ഇവിടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ അതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെൽത്ത് എന്താണ്, ക്യാഷ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ഫണ്ട് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ഒരു അസറ്റ് എന്താണ്, വെൽത്ത് എന്താണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും എനിക്ക് തോന്നുന്നു. പിന്നെ അത് കൂടാണ്ട് ഞാൻ പേഴ്സണലി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും നമുക്കൊരു ഇൻകം വരുമ്പോൾ അതിൽ നിന്നൊരു എമൗണ്ട് വേറൊരു അക്കൗണ്ടിലോട്ട് മാറ്റി വയ്ക്കുക. ക്രെഡിറ്റ് കാർഡ് നല്ല രീതിയിൽ സാലറി വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇൻകം ഉണ്ട്, എക്സ്പെൻസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ച് അതൊരു അഡ്വാൻറ്റേജ് ആവാം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത് സ്റ്റോക്സിൽ ഏറ്റവും എളുപ്പം വഴി പറഞ്ഞ സ്റ്റോക്സിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പ വഴി. ഇവിടെ തന്നെ നമ്മൾ തന്നെ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർ ഇതുപോലെ ഏതെങ്കിലും ഡമ്മി ആപ്സിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യും, അക്കൗണ്ടിനകത്ത് പ്രോഫിറ്റ് കാണിക്കും, പക്ഷെ അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വെറുതെ ഫേക്ക് ഡമ്മി ആപ്സ് ആണ്. സെറോദ പോലുള്ള വലിയ വലിയ ബ്രോക്കേഴ്സിന്റെ ക്ലോൺ ഡമ്മി ആപ്സ് പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ട്. അപ്പോൾ ഓവറോൾ ഇപ്പോൾ ലിവ്ലോങ് വെൽത്ത് എന്ന കമ്പനി നമ്മൾ ഇപ്പം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന AUM എന്ന് വെച്ചാൽ 428 കോടിയാണ്. 428 crores നമ്മളിപ്പോൾ അസ് ഓഫ് ഡേറ്റ് മാനേജ് ചെയ്യുന്നുണ്ട്. ഇൻട്രാഡേ നമ്മൾ നിയർലി ഒരു 40 കോടിയുടെ അടുത്ത് ഇൻട്രാഡേ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ലിസണേഴ്സ്, ഇന്ന് ഞാനും വസീംക്കും കൊണ്ട് മറ്റൊരു കാര്യമായിട്ടുള്ള ഒരു എപ്പിസോഡായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പിന്നെ ഹരിപ്രസാദ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹരി, വെൽക്കം ടു ദ ഷോ. ഹായ്. ഹരി എന്ന് വെച്ചാൽ പിന്നെ ലിവ് ലോങ് വെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനീൻ്റെ ഫൗണ്ടറാണ്. ലിവ് ലോങ് വെൽത്ത് എന്ന് വെച്ചാൽ ഒരുപാട് വെർട്ടിക്കൽസ് ഉള്ള വലിയൊരു കമ്പനിയാണ്. ഹരി, നിങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു അവസരം ഞാൻ തരികയാണ് നമ്മുടെ ഷോയിൽ. ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രീഫ് തരാം. നമ്മുടെ കമ്പനി ഇപ്പോൾ 9 വെർട്ടിക്കൽസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറി ഫോക്കസ് ഇപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ വെൽത്ത് മാനേജ്മെൻറ്റ് പ്രൊഡക്ട്സ് സ്മോൾ കേസ് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിനകത്തൊക്കെ ലിസ്റ്റഡ് ആണ്. അപ്പോൾ കുറേ ആൾക്കാർ സ്മോൾ കേസും അതിനകത്തൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും SIPസിനെ പറ്റി അവെയർ ആയിരിക്കും ഒരു പക്ഷേ. പിന്നെ ഇത് കൂടാണ്ട് തന്നെ നമ്മൾ അഡ്വൈസറി ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കൊരു ആൽഗോ ട്രേഡിംഗ് പ്രൊഡക്റ്റും ഉണ്ട്, ഒരു പ്ലാറ്റ്ഫോമും ഉണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് B2B കൺസൾട്ടിങ് ആണ്. നമ്മൾ വേറെ ബ്രോക്കേഴ്സിനും പിന്നെ അതുകൂടാണ്ട് തന്നെ വേറെ എക്സ്ചേഞ്ചസിന് വേണ്ടി കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ആൽഗോറിതംസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാനും പ്ലാറ്റ്ഫോംസും കാര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി. ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞതിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണ്ടി ഹെഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഗോൾഡ് പോലെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാണ്ട് മാർക്കറ്റ്സിനകത്ത് നമ്മൾ എഡ്യൂക്കേഷൻ ചെയ്യുന്നുണ്ട്, റീറ്റെയിലിന് വേണ്ടി അഡ്വൈസറി ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് അഡ്വൈസറി, ഈ സ്റ്റോക്ക് മേടിക്കാതെ വിൽക്കുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു മേജർ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്. ഞാൻ പറഞ്ഞത് വലിയൊരു ലിസ്റ്റ് ഓഫ് കാര്യമായ സംഗതികളുണ്ട്. അതുകൊണ്ടാണ് ഈ പിന്നെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് തന്നെ തന്നത്. അപ്പോൾ നമുക്ക് വസീംക്ക് അത് ഓർത്ത് വെച്ചോളൂ, നമുക്ക് ഇതിലേക്കൊക്കെ നമുക്ക് തിരിച്ചു വരാനുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പിന്നെ ഇപ്പം ഞാനും വസീംക്കും പിന്നെ ബേസിക് നോളജ് അല്ലെങ്കിൽ സീറോ നോളജ് അബൌട്ട് ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ഉള്ള ആളുകളാണ് എന്നുള്ള ഒരു ഇതിൽ നമുക്ക് സംസാരിക്കാം. നമ്മളെ ഓഡിയൻസിൽ ഒരുപാട് ആളുകൾ അങ്ങനെ പിന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റും ഫൈനാൻഷ്യൽ സെക്ടറൊക്കെ കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഇപ്പോൾ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ വളർന്നു വരുന്ന സമയത്ത് പിന്നെ പൊതുവേ നമ്മളൊരു സൊസൈറ്റിയിലുള്ളൊരു സംഭവം, നമ്മൾ വീട്ടിൽ നിന്ന് മാറിക്കലൊക്കെ കുറവാണ്. എന്ന് വെച്ചാൽ നമ്മൾ പേരൻസിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ജീവിച്ചു പോകും. ഒരു സമയമാകുമ്പോൾ നമുക്ക് പിന്നെ കമ്പൽസറി ആണ് ചെയ്യുന്നത്. അപ്പോൾ അത്ര ഒരു കമ്പൽഷനിലൊക്കെ എത്തുന്നതിന് മുന്നേ പിന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ബേസിക് നോളജ് എവിടെ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം അതിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് ഒരു സംഭവം എന്നുള്ളത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് പറഞ്ഞത്. കാരണം മിക്ക ആൾക്കാരും നമ്മുടെ നാട്ടിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴൊക്കെ ഉള്ളൊരു കുഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഫുഡിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല, റെൻറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന സാലറി എന്താണെങ്കിലും നമ്മളത് മിക്കവാറും അത് അടിച്ചു പൊളിക്കും. പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ മാത്രം നമ്മൾ ആലോചിച്ച് തുടങ്ങുള്ളൂ, ഓക്കെ എനിക്ക് കുറച്ച് എമൗണ്ട് എനിക്ക് സേവ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഒന്നും അറിയാത്തൊരാൾ മാർക്കറ്റിനകത്തോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം അവൻ ജനറലി പ്രിഫർ ചെയ്യേണ്ടത് ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത് സ്റ്റോക്സിൽ ഏറ്റവും എളുപ്പം വഴി പറഞ്ഞാൽ സ്റ്റോക്സിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പ വഴി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഒരു മാസം വരുന്ന ഇൻകം എത്രയാണ്, നമ്മുടെ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് കണക്ക് കൂട്ടി തുടങ്ങാം. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകവും എക്സ്പെൻസും രണ്ടും ട്രാക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ വേറെ എന്ത് പറഞ്ഞിട്ടും ആദ്യം നമ്മുടെ ഇൻകം എത്രയാണ്, എക്സ്പെൻസ് എന്താണെന്ന് അറിയാണ്ട് ബാക്കി എന്ത് പറഞ്ഞിട്ടേ കാര്യമില്ല. എനിക്ക് വേറെ കോംപ്ലക്സ് ആയിട്ട് വേറെ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ ആദ്യം സാലറി എപ്പോഴാണ് വരുന്നത്, അത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാസം ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് ഏറ്റവും നല്ല സമയമാണ്. കാരണം നമ്മൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലോട്ട് കിടക്കുക, ഏപ്രിൽ 1 തന്നെ അടുത്ത ഫിനാൻഷ്യലോട്ട് കിടക്കുക. അപ്പോൾ എനിക്ക് എത്ര സാലറി വരുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് എത്ര ഇൻകം വരുന്നുണ്ട്, എൻ്റെ എക്സ്പെൻസ് എന്താണെന്ന് ട്രാക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ
ഈ പറഞ്ഞ വരുന്ന എക്സ്പെൻസിൽ നിന്ന് തന്നെ എന്തൊക്കെ സാധനങ്ങൾ എനിക്ക് എക്സ്പെൻഡിച്ചർ കട്ട് ഷോട്ട് ചെയ്യാം. നമുക്ക് ആവശ്യമില്ലാണ്ട് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പെൻഡിച്ചർ വരുന്നുണ്ടാവും. ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു ആവശ്യമില്ലാത്ത എക്സ്പെൻഡിച്ചർ വരുന്നത് വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറേ പ്ലാറ്റ്ഫോമിൽ ഒന്നിൽ കൂടുതൽ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ തന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് 2-3 കാർഡിൽ നിന്ന് എനിക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത സബ്സ്ക്രിപ്ഷൻ, അപ്പോൾ ഒരു സബ്സ്ക്രിപ്ഷനിൽ നിന്ന് തന്നെ ചിലപ്പോൾ 2-3 ഡിവൈസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ നമ്മൾ എടുക്കും പിന്നെ മറന്നു പോകും. അപ്പോൾ ആവശ്യമില്ലാത്ത എക്സ്പെൻസസ് പിന്നെ കട്ട് ഷോട്ട് ചെയ്ത് തുടങ്ങാം. അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യുക. എവിടെയൊക്കെ നമുക്ക് സേവ് ചെയ്യാം, എവിടെയൊക്കെ നമുക്ക് കുറച്ച് കട്ട് ഷോട്ട് ചെയ്യാം, ആവശ്യമില്ലാതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. അങ്ങനെ വരുന്നൊരു എമൗണ്ട് അത് കൂടാണ്ട് തന്നെ, അപ്പോൾ അത് നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം നടക്കും, കുറേ എക്സ്പെൻസൊക്കെ അവിടെ കട്ട് ഷോട്ടായി. പിന്നെ അത് കൂടാണ്ട് ഞാൻ പേഴ്സണലി അഡോപ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മാസവും നമുക്കൊരു ഇൻകം വരുമ്പോൾ അതിൽ നിന്നൊരു എമൗണ്ട് വേറൊരു അക്കൗണ്ടിലോട്ട് മാറ്റി വയ്ക്കുക. ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടി മാത്രം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ടോ, അതിപ്പോൾ എൻ്റെ കേസിൽ അതൊരു കറണ്ട് അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു അക്കൗണ്ടിലോട്ട് ഈ പറഞ്ഞ എമൗണ്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ, നമ്മുടെ ബാക്കി കാര്യങ്ങൾക്ക് നമ്മൾ മാറ്റി വെച്ച എമൗണ്ടിൽ നിന്ന് നമ്മൾ ചിലവാക്കുള്ളൂ. അല്ലെങ്കിൽ മിക്ക ആൾക്കാർക്കും അത് എൻഡ് ഓഫ് ദ ഡേ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്താ വെച്ചാൽ, നമ്മുടെ അക്കൗണ്ടിൽ പൈസ എടുക്കുമ്പോൾ അത് ചിലവായി പോകും. അപ്പോൾ എല്ലാവരും പറയുന്നൊരു സാധനം, എൻ്റെ അക്കൗണ്ടിൽ ഇത്രയും പൈസ മാസം ആദ്യമേ വന്നു, പൈസ എവിടെ പോയെന്ന് പോലും എനിക്കറിയില്ല. മാസാവസാനം എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പല ആൾക്കാരും ബഡ്ജറ്റിൽ കട്ട് ഷോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് സാലറി വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇൻകം പേയ്മെൻറ്റ് അക്കൗണ്ട് ഹിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പക്ഷേ നിങ്ങൾക്കൊരു സെറ്റിംഗ് വെക്കാം, 10% അല്ലെങ്കിൽ 20% ഫിക്സഡ് ആയിട്ട് ഒരു സേവിങ്സ് അക്കൗണ്ടിലോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ആ എമൗണ്ട് അവിടെ ഉണ്ടാവും. അതൊരു എമർജൻസിക്ക് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുന്ന. അപ്പോൾ ഇതിനെ നമ്മൾ ജനറലി പല ആൾക്കാരും ആദ്യം സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് നമുക്കൊരു മാസം വരുന്ന ഒരു എന്താ പറയുക എക്സ്പെൻഡിച്ചറിന് ഒരു 6 ഇരട്ടി നമ്മൾ ജനറലി ഒരു എമർജൻസി ഫണ്ടായിട്ട് വെക്കുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ആദ്യം ചെയ്തു തുടങ്ങേണ്ടത് എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ നാളെ എൻ്റെ ജോലി പോയി കഴിഞ്ഞാൽ, അപ്പോൾ എനിക്കൊരു 6 മാസത്തേക്ക് സർവൈവ് ചെയ്യാനുള്ള പൈസ അതിനകത്തുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് 6 മാസത്തേക്കായിരിക്കാം, ചിലപ്പോൾ അത് 1 വർഷത്തേക്കായിരിക്കും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾക്ക് അടുത്തൊരു ജോലി അല്ലെങ്കിൽ അടുത്തൊരു ഇതിനകത്തോട്ട് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബഫർ കീപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം എമർജൻസി ഫണ്ട് വെച്ച് സ്റ്റാർട്ട് ഓഫ് ചെയ്യുക. അതിന് ശേഷം അത് അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രം പിന്നീട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും എളുപ്പമുള്ള വഴി ഡയറക്റ്റ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിപ്പോൾ തന്നെ സ്മോൾ കേസ് പോലുള്ള പോർട്ട്ഫോളിയോസ് വഴി ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സ്റ്റോക്സിൽ പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതാണ് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പമുള്ള വഴി. ഓക്കെ, നിങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഒരിക്കൽ ഇതേപോലെ പോണ്ടിൽ യൂസ്ഫുള്ളി പിന്നെ ലുലുവിൻ്റെ ഓപ്പറേഷൻ വന്ന സമയത്ത് അവിടെ കുറച്ച് എന്തൊക്കെ പുതിയ ആക്ടിവിറ്റീസ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറിയൊരു ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു. ഇന്ന് മൂപ്പരടുത്ത് ഇങ്ങനെ നമ്മൾ ചോദിച്ചിരുന്നു, പിന്നെ യങ്ങർ ജനറേഷന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് എന്താണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞത് ഇതേപോലെ, ഒരിക്കലും നമ്മളെ ഇൻകമിൻ്റെ ഓവർകം ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇൻകമിനേക്കാളും എക്സ്പെൻസ് കൂടാതെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളൊരു കാര്യം. അതേ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നിങ്ങളും ഷെയർ ചെയ്തത്. കാരണം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ക്രെഡിറ്റ് കാർഡ് എക്കണോമിയാണ്. അതെ. അപ്പോൾ പല ആൾക്കാരും ഈ പറഞ്ഞ അതെ സാലറിയുടെ ഒരു ചിലപ്പോൾ സാലറിനെക്കാട്ടും ഒരു 20% ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ക്രെഡിറ്റ് കാർഡ് കിട്ടും. നിങ്ങൾ റോഡിൽ ഇറങ്ങി നടന്നാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡായിട്ട് പുറകെ വരും. പണ്ട് അങ്ങനെയല്ല. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞതിൽ നമുക്ക് എത്ര ക്രെഡിറ്റ് കാർഡ് നല്ല രീതിയിൽ സാലറി വരുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇൻകം ഉണ്ട്, എക്സ്പെൻസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ച് അതൊരു അഡ്വാൻറ്റേജ് ആവാം. നമ്മുടെ ക്രെഡിറ്റ് കുറച്ച് എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ. പക്ഷേ ഈ പറഞ്ഞതിൽ നമുക്ക് പൈസ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവന് ഇതിനെക്കാട്ടും വലിയൊരു വഴിയിലെ കുഴി ചെന്ന് ചാടാൻ. അപ്പോൾ അത് നമ്മൾ ഭയങ്കരമായിട്ട് കെയർഫുൾ ആവുക. നമുക്ക് വേണ്ട സാധനമാണോ വേണ്ടാത്ത സാധനമാണോ എന്ന് ആലോചിക്കുക. അപ്പോൾ ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അത് ഞാൻ ആക്ച്വലി അതൊരു ചെക്ക് ലിസ്റ്റ് ആക്കി ഇടും. ഈ സാധനം പർച്ചേസ് ചെയ്യാണ്ട് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അത് മേടിക്കാൻ തോന്നും. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞ് ആലോചിക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഒരിക്കലും അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന്. അതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ആവശ്യമുള്ളൊരു സാധനമാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പോയി മേടിക്കാം. അതല്ലെങ്കിൽ അത് മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പല ഷോപ്പിംഗ് ഡിസിഷൻസും പല പർച്ചേസ് ഡിസിഷൻസും എപ്പോഴും ഭയങ്കര ഇമ്പൾസീവാണ്. ആ ഇമ്പൾസീവ് പർച്ചേസ് ഡിസിഷൻസ് നമ്മൾ മാറ്റി നിർത്തിയാൽ തന്നെ നമുക്ക് ഒരു രീതിയിൽ ഈ പറഞ്ഞ ട്രാപ്പിൽ ചെന്ന് വീഴുന്നത് അവോയ്ഡ് ചെയ്യാം. ആ ഒരു സ്പെസിഫിക് പിന്നെ നിമിഷത്തിലുള്ള ഒരു ഇമോഷൻ്റെ പുറത്തായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുള്ള ഒറ്റടിക്ക് കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങിയാൽ. ഓക്കെ, പിന്നെ ഇതേപോലെ തന്നെ പിന്നെ വെൽത്ത് ക്രിയേഷനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എല്ലാവരും പറയും പൈസ ഇല്ലാത്തവരാർക്കും വേണ്ട, ക്യാഷ് ഉണ്ടെങ്കിലുള്ള ആളുകൾ വേണ്ടത്. ഇപ്പോൾ നമ്മൾ ബേസിക് നീഡായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഈ സാധനത്തിനൊക്കെ ഏറ്റവും പിന്നെ എന്താ പറയുക ഒഴിച്ചുവിടാൻ പറ്റാത്ത മെയിൻ സാധനമാണ് ക്യാഷ്, വെൽത്ത് ക്രിയേഷൻ.
ഈ ഒരുവിധം ആളുകൾക്ക് വെൽത്ത് ക്രിയേഷനും അല്ലെങ്കിൽ വെൽത്തും പിന്നെ പൈസ ക്യാഷും പിന്നെ പിന്നെ എന്താ പറയുക മിക്സ് ആക്കിയിട്ട് കാണുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ വെൽത്ത് എന്താണ്, ക്യാഷ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ഫണ്ട് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ഒരു അസറ്റ് എന്താണ്, വെൽത്ത് എന്താണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. സംഭവം എന്ന് വെച്ചാൽ അപ്പോൾ അതിന് പറ്റുന്ന ഒരു എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റുന്നത് ഈ വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു മൈൻഡ് സെറ്റാണ്. ഓക്കെ, അതിപ്പോൾ പല ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിക്കണം. ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് പൈസ വേണം അല്ലേ. പിന്നെ ആൾക്കാർക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്, എനിക്ക് ഇത്രയും സാലറി ഉള്ളൊരു ജോബ് ഉണ്ടെങ്കിൽ മാത്രമേ, എനിക്കിപ്പോൾ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ഉള്ള സാലറി ഉള്ളൊരു ജോബ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ പറഞ്ഞതിൽ ലോങ് ടേമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ എനിക്കിപ്പോൾ മാസം ഒരു 30,000 രൂപയാണ് ശമ്പളമെങ്കിൽ എനിക്കത് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്കത് വെച്ച് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അതൊരു മൈൻഡ് സെറ്റാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് ആൾക്കാരറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കമ്പനി തന്നെ 1.5-2 ലക്ഷം രൂപ സാലറി ഉള്ള ആൾക്കാർ മാസം അവസാനം ആകുമ്പം അവർക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇല്ല, ഒരു സേവിങ്സും ഇല്ലാത്ത ആൾക്കാർ ഉണ്ട്. പക്ഷേ 30,000 രൂപ 40,000 രൂപ സാലറി ഉള്ള ആൾക്കാർ ഈ പറഞ്ഞ റെഗുലറായിട്ട് ഒരു 10,000 രൂപയൊക്കെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, അതൊരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എത്ര എമൗണ്ട് മാർക്കറ്റിനകത്തോട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പൈസേനെ നോക്കേണ്ടത് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, നമ്മുടെ കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ടൂളായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് എത്ര എമൗണ്ട് നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും അതിനു വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും മാറ്റി വയ്ക്കണം. പിന്നെ ഇപ്പോൾ പലപ്പോഴും ആൾക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് വെച്ചാൽ നമുക്ക് മൊത്തം അടിച്ചു പൊളിച്ച് തീർക്കാം, ആ ഒരു മൈൻഡ് സെറ്റിലോട്ടാണ്. അത് പണ്ടതൊരു പ്യൂർലി ഒരു വെസ്റ്റേൺ കൾച്ചറായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു ജനറേഷൻ മാറ്റി നിർത്തിയാൽ നമ്മുടെ പേരൻസിൻ്റെ ജനറേഷൻ അവരെന്താണെന്ന് വെച്ചാൽ അവർ മാക്സിമം എമൗണ്ട് സേവ് ചെയ്ത് മക്കൾക്ക് കൊടുക്കാം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു കൂടുതൽ ആൾക്കാർ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇന്നത്തെ പൈസയ്ക്കാണ് ഇന്ന് നമുക്ക് ജോലിക്ക് പോകാം, നാളത്തെ എക്സ്പെൻഡിച്ചറിനെ നാളെ ജോലിക്ക് പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ആൾക്കാർ പോകുന്നത്. അത് പിന്നെ അബ്സല്യൂട്ട്ലി അത് ഓരോ ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണൽ ചോയ്സാണ്, അത് നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ വിഷൻ, നിങ്ങൾക്ക് ഇതുപോലെ ലോങ് ടേം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനാണോ, കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ലോങ് ടേമിൽ അപ്ഗ്രേഡ് ചെയ്യാനാണോ, അത് ഇന്നത്തേക്കുള്ള കാര്യങ്ങൾ മാത്രം മീറ്റ് ചെയ്ത് പോകാനാണോ നിങ്ങളുടെ ഇഷ്ടമെന്ന് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഞാനും നിങ്ങളൊന്നും ആരും ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ, അപ്പോൾ നമ്മുടെ ഡിസിഷനാണ്. നമ്മൾ എന്താണ് നമ്മളെ പറ്റി ആസ്പയർ ചെയ്യുന്ന ലോങ് ടേമിൽ, അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഹരി കുറച്ച് മുന്നേ പറഞ്ഞില്ലേ സ്റ്റോക്സിനെ കുറിച്ചും മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് നോളജുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്ത് സ്റ്റോക്സ് വാങ്ങണം എന്നുള്ളൊരു ഭയങ്കര ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്കതിന് അറിവില്ലാത്ത ഒരാൾ എവിടെ വേണമെങ്കിലും ചെന്ന് വഴുതി വീഴാം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന എല്ലാതും. അപ്പോൾ ഹരിയുടെ ഒപ്പീനിയനിൽ സ്റ്റോക്കാണോ മ്യൂച്വൽ ഫണ്ടാണോ നല്ലത്, അല്ലെങ്കിൽ അത് രണ്ടും എന്താണ് എന്ന് പറഞ്ഞാൽ? അത് വളരെ ഈസി ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ബേസിക് നോളജും ഇല്ലാത്ത ഒരാൾ, ഒന്നിനും ടൈം ഇല്ലാത്ത ഒരാൾ, അങ്ങനെ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഡയറക്റ്റായിട്ട് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും സ്റ്റോക്സ് ട്രാക്ക് ചെയ്തിരിക്കുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സാധനമായിരിക്കും. കാരണം പുള്ളിക്ക് ഏത് സ്റ്റോക്ക് മേടിക്കണമെന്ന് അറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. നേരെ തിരിച്ച് മ്യൂച്വൽ ഫണ്ടെന്ന്, അപ്പോൾ സ്റ്റോക്സിൻ്റെ കേസിൽ നമ്മൾ ഡയറക്റ്റ്ലി ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ എൻട്രി ചെയ്യണം, നമ്മൾ തന്നെ എക്സിറ്റ് ചെയ്യണം, നമ്മൾ തന്നെ മോണിറ്റർ ചെയ്യണം, എല്ലാ പരിപാടിയും നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് സ്റ്റോക്സിൽ ഡയറക്റ്റ്ലി നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം. അപ്പോൾ കുറച്ച് ബേസിക് ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. നേരെ തിരിച്ച് മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ഒരു ഫണ്ട് മാനേജർ ഉണ്ട്, ഒരു ഫണ്ട് ഹൗസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൽ മാസം ഒരു എമൗണ്ട് ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് മാനേജർ ആയിരിക്കും തീരുമാനിക്കുന്നത് ഏതൊക്കെ സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫണ്ട് ഹൗസ് തന്നെ തീരുമാനിച്ചോളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ നമുക്കൊരു ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞതിൽ എത്ര എമൗണ്ട്, അപ്പോൾ അതിനാണ് നമ്മൾ SIP എന്ന് പറയുന്നത്. എത്ര എമൗണ്ട് ഈ പറഞ്ഞതിൽ റെഗുലറായിട്ട് ഡിഡക്റ്റ് ചെയ്യണം, അതിനകത്ത് നമുക്ക് ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വേറൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഈ പറഞ്ഞതിൽ ഈ സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ പേയ്മെൻറ്റ് ഡെബിറ്റ് ആവില്ലേ, അതേമാതിരി തന്നെ ഈ പറഞ്ഞ എമൗണ്ട് ഡെബിറ്റ് ആയി കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ഇന്ന ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം ഇത് ഡെബിറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ എമൗണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിനകത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. നേരെ തിരിച്ച് സ്റ്റോക്സിൻ്റെ കേസിനകത്ത് നമ്മൾ ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന കേസിനകത്ത് നമ്മൾ തീരുമാനിക്കണം, ഓക്കെ ഇത്രയും ഫണ്ട് ഡിമാറ്റ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്ന കാര്യം തീരുമാനിക്കണം. പക്ഷേ ഇപ്പോൾ സ്മോൾ കേസ് പോലുള്ള പ്ലാറ്റ്ഫോംസ് വഴി നമുക്ക് ഈ പറഞ്ഞ സംഭവത്തിന് വേണ്ടി നഡ്ജസ് കിട്ടും. അപ്പോൾ അതുവഴി ചെയ്യാം. അപ്പോൾ നമ്മൾ ഇക്വിറ്റി, നമ്മൾ സത്യം പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടും ചെയ്യുന്നുണ്ട്, അതുകൂടാണ്ട് ഇക്വിറ്റിയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഉള്ള എപ്പോഴും
ഇക്വിറ്റിയിൽ സ്റ്റോക്സ് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പാസ്റ്റ് CAGR എന്ന് വെച്ചാൽ ഇതിൽ 39% ആണ്. കേരളത്തിൽ തന്നെ പിന്നെ ബെസ്റ്റ് പെർഫോം കേരളത്തിൽ തന്നെ അല്ല, നമ്മൾ ഇന്ത്യ തന്നെ സ്മോൾ കേസിൽ ഇപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മളായിരുന്നു ടോപ്പ് പെർഫോം വിത്ത് ഈ പറഞ്ഞ 39% CAGR ആയിട്ട് നമ്മളായിരുന്നു ഇന്ത്യ തന്നെ ടോപ്പ് പെർഫോം. അതിൽ ഇക്വിറ്റിയിൽ നിങ്ങൾ ഏതൊക്കെ സെക്ടറുകളിലാണ് പിന്നെ ഇത് വരുന്നത്? ഇക്വിറ്റിയിൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഫോക്കസ് സെക്ടർ വൈസ് അല്ല, പകരം നമ്മൾ Nifty 200 യൂണിവേഴ്സ് സ്റ്റോക്സിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ Nifty 200 യൂണിവേഴ്സിലുള്ള സ്റ്റോക്സിനകത്ത് എല്ലാത്തിനകത്തും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ടൈമിൽ നമ്മുടെ കൂടുതൽ ഫോക്കസ് ബാങ്കിങ്ങിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ബാങ്കിങ്ങിലും പിന്നെ IT-ലും തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇന്ന സെക്ടർ തന്നെ ആ സെക്ടർ എന്ന് പറഞ്ഞ രീതിയിലല്ല, പെർഫോം ചെയ്യുന്ന സ്റ്റോക്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ എന്നുവെച്ചാൽ വളരെ ഒരു ലോങ് ടേമിലേക്ക് വേണ്ടിയല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു ആവറേജ് ഒരു സ്റ്റോക്ക് മേടിച്ച് കഴിഞ്ഞാൽ അത് ഹോൾഡ് ചെയ്യണം 1-2 മാസം വരെ ടൈമിലാണ്. അപ്പോൾ ഇതിനൊരു മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് എന്നെ പറയുന്നത്. അപ്പോൾ ഒരു 1.5 to 2 months ആണ് നമ്മുടെ ഒരു ആവറേജ് ഹോൾഡിംഗ് ഡ്യൂറേഷൻ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഓൾറെഡി മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചിട്ടും സ്റ്റോക്സിനെ കുറിച്ചിട്ടും പറഞ്ഞു. കമ്പാരിറ്റീവ്ലി മ്യൂച്വൽ ഫണ്ട്സ് ആണ് കുറച്ചും കൂടിയും റിസ്ക് ഫ്രീ. കാരണം നമുക്കൊരു ഫണ്ട് മാനേജർ ഉണ്ടാവും, അയാളാണ് ഈ പറയുന്ന റിസർച്ച് ആൻഡ് അനാലിസിസ് ഒക്കെ ഓരോ സ്റ്റോക്കിൻ്റെ പേരും ചെയ്യുന്നത്. സോ അത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ഐ മീൻ സമ്മൺ ഹു ഡസ് നോട്ട് ഹാവ് ടൈം. ഇപ്പം നമ്മളൊരു ബിഗിനറായിട്ടൊരാൾ താല്പര്യമുണ്ട്, സമയമുണ്ട്, പക്ഷെ അധികം വിവരമില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരാൾ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഐ മീൻ ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോ ചെയ്യാൻ ചാൻസ് ഉള്ളതാണോ അതോ ഓവർ റേറ്റഡ് ആണോ അണ്ടർ റേറ്റഡ് ആണോ, അങ്ങനെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ ഫൈൻ. ഒരു വിവരമില്ലാത്ത ഒരാൾ ഇതിനകത്ത് വരുന്നതിൻ്റെ മുമ്പേ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. കാരണം നാട്ടിൽ ഇഷ്ടം പോലെ സ്കാമുകളാണ് നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സെബി എന്ന് പറഞ്ഞ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഉണ്ട്. അപ്പോൾ സെബിയാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിവരമില്ലാത്ത ഒരാൾ വരുമ്പോൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഒരു സെബി രജിസ്റ്റേർഡ് എൻറ്റിറ്റി ആയിട്ടാണോ എന്ന് ആദ്യം തന്നെ ഉറപ്പാക്കുക. കാരണം അതിനകത്തുള്ള കൺസേൺ വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും കുറേ ഡമ്മി ആപ്പുകൾ പ്ലേ സ്റ്റോറിലും പല സ്ഥലങ്ങളുണ്ട്. ഇവിടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ അതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് പൈസ അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാൻ പക്ഷേ വിഡ്രോവൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വിവരമില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെയുള്ള സ്കാമിലൊക്കെ ചെന്ന് ചാടുന്നത്. പിന്നെ ഒരു സംഭവം പറയാം, ഞാൻ ഇത് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കാം, എനിത്തിങ് ദാറ്റ് ഇസ് ടു ഗുഡ് ടു ബി ട്രൂ ഇസ് നോട്ട് ട്രൂ. കാരണം ഒരുപാട് ഫേക്ക് പ്രോമിസസ് ഉണ്ട്. ഇപ്പോൾ 10,000 ഇടുക, ഒരു മാസം കൊണ്ട് അത് 20,000 ആക്കാം, 30,000 ആക്കാം, അങ്ങനെ. അപ്പോൾ അതൊന്നും പോസിബിൾ അല്ല. അപ്പോൾ ഞാൻ ഒരു വളരെ റിയലിസ്റ്റിക് നോട്ടിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ആനുവൽ ബേസിസിൽ പാസ്റ്റ് നോക്കുകയാണെങ്കിൽ റിട്ടേൺസ് എന്ന് വെച്ചാൽ എനിവെയർ ബിറ്റ്വീൻ 10 to 12% ആണ് ഒരു യൂഷ്വൽ പെർഫോമൻസ്, ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് പെർഫോമിങ് മ്യൂച്വൽ ഫണ്ട് പ്രോഡക്റ്റിൻ്റെ. നിങ്ങൾ ഡയറക്റ്റ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജനറലി ഉള്ളൊരു പെർഫോമൻസ് ചിലപ്പോൾ ഒരു 15 to 20% ആയിരിക്കും. അപ്പോൾ കൂടുതൽ റിട്ടേൺസ് വരുന്നതനുസരിച്ച് കൂടുതൽ റിസ്ക്കും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒന്നും അറിയാത്ത ഒരാൾ വരുമ്പോൾ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ പൈസ ഡബിൾ ചെയ്യാന്ന് പറഞ്ഞ എന്തെങ്കിലും സ്കീമിലാണ് നിങ്ങൾ ചേരുന്നെങ്കിൽ നിങ്ങളൊരു സ്കാമിലാണ് ചെന്ന് ചാടുന്നത്. അത് മനസ്സിലാക്കുക. അത് വരുന്ന നല്ലോണം ഇരുന്ന് റിസർച്ച് ചെയ്യുക, പഠിക്കുക. അതെ, നല്ലപോലെ റിസർച്ച് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞതിൽ നിങ്ങൾ ഇപ്പം ഒബിയസ്ലി ഇപ്പം മാർക്കറ്റിങ്ങിന് കുറേ ഗൈഡ്ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സെബി രജിസ്റ്റേർഡ് എൻറ്റിറ്റീസ് നമുക്കാണെങ്കിലും ആർക്കാണെങ്കിലും കുറേ ഗൈഡ്ലൈൻസ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും സോഷ്യൽ മീഡിയ വരെ ഇഷ്ടംപോലെ സ്കാമിൻ്റെ ആഡ്സും കാര്യങ്ങളും ഞാൻ ഇന്നും ഞാൻ കുറേ ആഡ്സ് കണ്ടു. അപ്പോൾ അതെന്ന് വെച്ചാൽ അതൊക്കെ ഭയങ്കര ലൂസ്ലി ഹെൽഡ് ആണ്. അപ്പം ഒരുപാട് റിട്ടേൺസോ കാര്യങ്ങളൊക്കെ പ്രോമിസ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം സ്കാം. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ സംഭവത്തിലേ ഉള്ളൂ, ഈ പറഞ്ഞ ഏതെങ്കിലും പ്രോപ്പറായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യയിൽ പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അത് നാച്ചുറലി അത് സെബി രജിസ്റ്റേർഡ് ആയിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക, അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക, അതിന് ശേഷം മാത്രം ഈ പറഞ്ഞ രീതിയിൽ സ്റ്റാർട്ട് ഓഫ് ചെയ്യാം. പിന്നെ ഒരിക്കലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പൈസ വേറെ ആരുടെങ്കിലും അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും സ്കാമാണ്. ഈ എല്ലാ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും സ്റ്റോക്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും എപ്പോഴും നിങ്ങളുടെ പൈസ നിങ്ങളുടെ സ്വന്തം ഡിമാറ്റ് അക്കൗണ്ടിലും ട്രേഡിംഗ് അക്കൗണ്ടിലും തന്നെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പറഞ്ഞതിൽ എക്സ്ചേഞ്ച് വഴിയാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നമുക്ക് NSE BSE സ്റ്റോക്സ് ആണെങ്കിൽ NSE BSE വഴി തന്നെയാണ് ഇതിൻ്റെ പർച്ചേസും കാര്യങ്ങളും നടക്കുന്നത്. ഇത് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ആവുന്നത്. ഇപ്പോൾ ആരെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് പൈസ വേറെ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് സ്കാമാണ്. അത് ലീഗലേ അല്ല. ഇപ്പോൾ ഫ്രഷായിട്ട് വരുന്ന ഒരാൾ ഓർക്കും ഓക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ അവൻ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവന് കൊടുത്തു, ഈ പറഞ്ഞതിൽ അവർക്ക് കൊണ്ടേ കൊടുക്കും. അതൊക്കെ പോൺസി സ്കീംസാണ്. അപ്പോൾ ഇത് ഇന്നലെ തുടങ്ങിയ സംഭവമല്ല. പണ്ട് ഇവിടെ വളരെ ഫേമസ് ആയിട്ട് ശബരിനാഥ് എന്ന് പറഞ്ഞൊരു സ്കാം ഇഷ്യൂ ഉണ്ടായിരുന്നു കുറേ നാൾ മുമ്പ്. അപ്പോൾ അന്ന് മുതലേ അത് ഭയങ്കര വലിയ സ്കാമാണ്. എനിക്ക് തോന്നുന്നതൊരു 10 വർഷം, അറ്റ്ലീസ്റ്റ് 10-12 വർഷം മുമ്പുള്ള
അപ്പോൾ അന്ന് മുതൽ ഇതാണ് ആൾക്കാർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും വേറെ ആർക്കെങ്കിലും. അതിൻ്റെ പൊക്കത്ത് അവർ പോൺസ് എടുത്തും. അതൊക്കെ സ്കാമാണ്. അപ്പോൾ സെബി രജിസ്റ്റേർഡ് എൻറ്റിറ്റീസ് വഴി തന്നെ ചെയ്യാം. പ്രോപ്പറായിട്ട് എക്സ്ചേഞ്ചിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രം ചെയ്യാം. അതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ പറഞ്ഞ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ 10 വർഷം മുന്നേയുള്ള ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇപ്പോൾ റീസെൻ്റ്ലി പുതിയ പിന്നെ ഇതുപോലെ തന്നെ പോൺസി സ്കീംസുള്ള കമ്പനീസ് ഉണ്ട്. ആളുകൾ എത്ര പിന്നെ അനുഭവിച്ചാലും പഠിക്കൂല എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ആളുകളെ ഇപ്പോൾ പിന്നെ ഫണ്ട് പോയതും മറ്റു വിഷയങ്ങളൊക്കെ ഇപ്പോൾ വൺ കോയിനൊക്കെ വന്ന പോലെ ഒരുപാട് പിന്നെ കോയിൻസായിട്ടും പ്രൊഡക്ട്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പിന്നെ പോൺസി സ്കീംസ് വരുന്നുണ്ട്. ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതേപോലെ തന്നെ ടു ഗുഡ് ടു ബി ട്രൂ. എനിത്തിങ് ദാറ്റ് ഇസ് ടു ഗുഡ് ടു ബി ട്രൂ ഇസ് നോട്ട് ട്രൂ. നോട്ട് ട്രൂ. അതിപ്പം ആരെങ്കിലും ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ ചില ആൾക്കാർ അത് ഇങ്ങനെയുള്ള സ്കാമിലൊക്കെ ചെന്ന് വീഴുന്നത് ഫസ്റ്റ് ടൈമേഴ്സാണ്. കാരണം എസ്പെഷ്യലി നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരുടെ മേജർ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചതെല്ലാം നമ്മളെല്ലാം ഫസ്റ്റ് ജനറേഷനാണ്. ഇപ്പോൾ ലിവ് ലോങ് എന്ന കമ്പനി നമ്മുടെ പ്രസൻസ് മൊത്തം നോർത്തിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 9 വർഷമായി കമ്പനിയായിട്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എത്രയേ ഉള്ളൂ, നമ്മൾ പുറത്തെ ക്ലയൻസ് നമുക്ക് ഡീൽ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഭയങ്കര എളുപ്പമാണ്. കാരണം അവരുടെ അപ്പൂപ്പനും അച്ഛനും എല്ലാവരും ഈ പറഞ്ഞ സംഭവം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എന്താണ് റിയലിസ്റ്റിക് എന്നും എന്താണ് നടക്കാത്ത കാര്യമെന്ന് അറിയാം. പക്ഷെ നാട്ടിൽ വരുമ്പം എല്ലാവരും എപ്പോഴും ചേസ് ചെയ്യുന്ന റിട്ടേൺസിനാണ്. 1 വർഷം കൊണ്ട് എൻ്റെ പൈസ ഡബിൾ ആവോ, 3 ഇരട്ടിയാവോ അത്. അപ്പോൾ അതെ, കാരണം ഇവിടെയുള്ള എല്ലാ സ്കാമും അങ്ങനെയല്ലേ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പൈസ ഡബിൾ ആക്കാൻ ട്രിപ്പിൾ ആക്കാന്ന് പറഞ്ഞാണ്. അതെ, അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഓക്കെ ഇങ്ങനെയാണ് മാർക്കറ്റ്, ഇതാണ് മാർക്കറ്റ്. കാരണം അത് സ്കാമാണെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റത്തുമില്ല. അപ്പോൾ അത് സ്കാമാന്ന് പറയുന്നവനെ അവർ നീയാണ് സ്കാം എന്ന് പറയുന്നത്. കാരണം ഈവൻ എനിക്ക് ഒരു ദിവസം കൊണ്ടോ ഒരു 2 ദിവസം കൊണ്ട് എൻ്റെ ക്യാപിറ്റൽ ഡബിളാക്കി തരാമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയൊക്കെ ആൾക്കാർ പറയാറുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമ്മൾ തന്നെ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർ ഇതുപോലെ ഏതെങ്കിലും ഡമ്മി ആപ്സിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യും, അക്കൗണ്ടിനകത്ത് പ്രോഫിറ്റ് കാണിക്കും, പക്ഷെ അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വെറുതെ ഫേക്ക് ഡമ്മി ആപ്സ് ആണ്. സെറോദ പോലെയുള്ള വലിയ വലിയ ബ്രോക്കേഴ്സിന്റെ ക്ലോൺ ഡമ്മി ആപ്സ് പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ പൈസ ആഡ് ചെയ്യാൻ പറ്റും, വലിയ പ്രോഫിറ്റൊക്കെ കാണിക്കും. അത് കാണുമ്പോൾ ആൾക്കാർ വീണ്ടും പൈസ ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻ്റെ പേര് തന്നെ ടെലിഗ്രാമിൽ ഇഷ്ടംപോലെ സ്കാം നടക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ പേര് നിങ്ങൾ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫേക്ക് ചാനൽസ് അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താ, നിങ്ങൾ 10,000 ഡെപ്പോസിറ്റ് 1 മണിക്കൂർ കൊണ്ട് പൈസ ഡബിളാക്കി തരാം, ട്രിപ്പിളാക്കി തരാമെന്ന്. എന്നിട്ട് ഇവർ എന്താ വെച്ചാൽ 10,000 ഡെപ്പോസിറ്റ് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ 20,000 കൊടുക്കും. അത് കഴിഞ്ഞ് വരും ആദ്യം 1000 ഒക്കെ ഇടാൻ പറയും, 1000 ഇട്ടിട്ട് 2,000 കൊടുക്കും. അപ്പോൾ അവർ 10,000 ഇടും, അത് ചിലപ്പോൾ കുറച്ച് പൈസ കൊടുക്കും. പിന്നെ ഒരു കൂടുതൽ പൈസ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ ബോർ ചെയ്തിടും, മറ്റൊരു നമ്പർ ബ്ലോക്ക് ചെയ്ത് പോകും. പിന്നെ ആൾക്കാർ നമ്മളെ സെർച്ച് ചെയ്ത് വരും. കാരണം പേരടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഓഫീസും ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും ബാംഗ്ലൂർ ഓഫീസിലായിരുന്നു. കേരളത്തിൽ നിന്നും കുറേ ആൾക്കാർ പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ മാസവും ഒരു 2 സൈബർ കേസെങ്കിലും വരാറുണ്ട് ഇതുപോലെ ഫേക്ക് ചാനൽസും കാര്യങ്ങളും കാരണം. അപ്പോൾ ഇതിനകത്തൊക്കെ ചെന്ന് പെടുന്നത് വളരെ പാവപ്പെട്ട ആൾക്കാരാണ് മിക്കപ്പോഴും, ഒന്നും അറിയാത്ത ആൾക്കാർ. പിന്നെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് വരെ ഈ സ്കാമിൽ ചെന്ന് പെടാറുണ്ട്. എല്ലാവരും പെടാറുണ്ട്. എൻ്റെ ഒരു ഫിലിമിൽ കാണിക്കുന്നുണ്ടല്ലോ, ബാങ്ക് മാനേജർ OTP വന്നിട്ട് അയച്ചു കൊടുത്തു പറയുന്നത്. ഞാൻ കടവന്തരകുത്ത മാനേജറാത്ത് പറയുന്നൊരു സ്കീമൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ആൾക്കാർ ആ ഒരു ഗ്രീഡിൻ്റെ പൊക്കത്ത് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ പറ്റുന്നത്. അപ്പോൾ അത് നമ്മുടെ സൈഡിൽ നിന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെപ്പറ്റി അവയർനെസ് കൊടുക്കും, ഇതൊക്കെ ഫേക്കാന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ടെലിഗ്രാമിൽ കോപ്പിറൈറ്റിന് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് ഈ പറഞ്ഞ ചാനൽസൊക്കെ ടേക്ക് ഡൗൺ ആവും. പക്ഷെ എന്നാലും പുതിയ പേജസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും ഇതേമാതിരി. അത് നമുക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ജനറേഷനാന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് പിന്നെ കോവിഡിൻ്റെ സമയത്താണ് ഇവിടെ ഇപ്പം കേരളത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു ഭയങ്കര ഒരു ബൂം വന്നത്. കാരണം ആ സമയത്ത് ഒരുപാട് ആളുകൾ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, പിന്നെ ജോലിക്ക് പോകാനും കാര്യങ്ങൾക്കൊന്നും കഴിയില്ല. ബാക്കിയുള്ള ആൾ പിന്നെ സ്റ്റുഡൻസ് ആണെങ്കിലും മറ്റേ ആളുകളാണെങ്കിലും എല്ലാവരും വീട്ടിലാണ്. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എങ്ങനെ പിന്നെ ക്യാഷ് ഉണ്ടാക്കാം എന്നൊക്കെ ഉള്ള ഒരു സമയത്താണ് പിന്നെ യൂട്യൂബുകൾ വഴി അല്ലെങ്കിൽ ഒരുപാട് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് കമ്പനീസ് അല്ലെങ്കിൽ ഇതേപോലെ ലെസൺസ് കൊടുക്കുന്ന കമ്പനീസൊക്കെ വന്നതും ഒരുപാട് ആളുകൾ ഇതേപോലെ ലെസൺസ് കൊടുത്തും ഒരുപാട് ഫ്രോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പിന്നെ എങ്ങനെ നമ്മൾക്ക് പിന്നെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്ന ആൾ ജെന്യൂനാണോ, ഒരു മാർക്കറ്റിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ഓരോ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അത് വളരെ ഈസിയാണ്. സംഭവത്തിലുള്ളൂ ഇപ്പം ഇവിടുത്തെ ആ കോവിഡിൻ്റെ സമയത്താണ് സത്യം പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരും മാർക്കറ്റിനകത്തോട്ട് വന്നത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, പാൻ ഇന്ത്യ ലെവലിലും ഗ്ലോബലിയും സ്റ്റോക്ക് മാർക്കറ്റ് പെനിട്രേഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടായത് കോവിഡിൻ്റെ സമയത്താണ്. കാരണം ആൾക്കാർ അത്രയും നാൾ ഈ പറഞ്ഞ വേറൊരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് വെച്ചാൽ ഒരു ലക്ഷറി മാതിരിയാണ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം കുറേ ആൾക്കാർക്ക് ജോലിയായി, പിന്നെ ഇതൊരു നെസസിറ്റി ആയി മാറി. പല സോഴ്സസിൽ നിന്നുള്ള ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു ഇത്
ഉണ്ടായേ പറ്റുള്ളൂ. ഒരു നെസസിറ്റിയായി മാറിയതിന് ശേഷമാണ് കൂടുതൽ ആൾക്കാർ വേറെ ഓപ്ഷൻസിനെ പറ്റി നോക്കി തുടങ്ങി. അപ്പോൾ അതിനകത്ത് ഏറ്റവും എളുപ്പമുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റാണ്. കാരണം നമുക്ക് ഇൻ്റർനെറ്റ് മതി, ഒരു നല്ല ലാപ്ടോപ്പ് മതി, ഈ പറഞ്ഞതിൽ കുറച്ച് അത്യാവശ്യം നല്ല നോളേജ് ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ആക്സസിബിൾ ആണ്. അപ്പോൾ ആദ്യം തന്നെ ആൾക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞത് ഇപ്പോൾ ആ ഒരു ടൈമിൽ തന്നെയാണ് ഇഷ്ടം പോലെ. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ മെയിൻ സ്ട്രീമായിട്ട് വന്നിട്ട് ഇപ്പോൾ 9 മാസം ആവുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഒരു മാർക്കറ്റ് ഓപ്പൺ അപ്പ് ആവുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെ റീസണാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ചോദിച്ച എഡ്യൂക്കേഷൻ്റെ കേസിനെ പറ്റി നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ എവിടെ നിന്നാണോ പഠിക്കുന്നത് അവർ മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ടോ നോക്കുക. അതിന് സംഭവത്തിലുള്ളൂ നിങ്ങൾ വെരിഫൈഡ് P&L ചോദിക്കുക. ഓക്കെ. അപ്പോൾ ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, വെരിഫൈഡ് P&L എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ലെഡ്ജർ റിപ്പോർട്ട് കാണാം. ഇപ്പം ഞാനിപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട്, എനിക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞതിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നല്ല സൂപ്പറായിട്ട് വന്ന് സംസാരിക്കാം അല്ലേ. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ പറഞ്ഞത് നിങ്ങൾ അടുത്തതാണോ പഠിക്കുന്നത് അവരുടെ വെരിഫൈഡ് P&L ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇയാൾ പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലായി. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ആൾ സ്കാമാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ. അപ്പം സ്റ്റോക്ക് മാർക്കറ്റ് പഠിപ്പിക്കുന്നത് ഒരു കാര്യം, സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് അത് വേറൊരു കാര്യമാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിൽ ഇപ്പോൾ ഈ AI-യും ഓട്ടോമേഷനൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് ശരിക്കും? AI ഓട്ടോമേഷൻ്റെ പറ്റി പറയുന്നത് അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സ്കെപ്റ്റിക്കൽ അല്ലെങ്കിൽ ഭയങ്കര ഒരു കോൺട്രവേഴ്സിയൽ ഒരു ടോപ്പിക്കാണ്. കാരണം പല ആൾക്കാരും സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് AI ട്രേഡിംഗ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ആൽഗോ ട്രേഡിംഗ് തന്നെയാണ്. അതെ. അപ്പോൾ AI എന്ന് പറഞ്ഞൊരു വാക്ക് ഇപ്പോൾ ഭയങ്കര ഫാൻസി ആയതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എന്ത് പറഞ്ഞാലും AI. ഞാൻ റീലുകൾ കാണുന്നുണ്ട്, അപ്പോൾ ഞാൻ അത് കാരണം ചോദിക്കാൻ കാരണം. അതെ. അപ്പോൾ അത് ഇപ്പം നമ്മളിപ്പം AI ഇപ്പം ഭയങ്കര ഒരു ഫാൻസി ടേം ആണല്ലോ. ഇപ്പോൾ എല്ലാവരും അതിനെപ്പറ്റി ഒരു ഹോട്ട് ടോപ്പിക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും കയറി ആൾക്കാർ AI എന്ന് പറഞ്ഞ വാക്ക് കയറ്റി കഴിഞ്ഞാൽ അതൊരു മാർക്കറ്റിംഗ് സ്കീം തന്നെയാണ്. അതിന് കുറേയും കൂടെ ക്ലിക്സ് കിട്ടും. അപ്പോൾ അതാണ് AI ആടുന്നത്. അപ്പോൾ AI എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനകത്ത് AI ബേസ്ഡ് ട്രേഡിങ്ങിനെ പറ്റി സത്യം പറഞ്ഞാൽ ഗോൾഡ്മാൻ സാക്സ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെ നമുക്ക് ഈ പറഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് സിസ്റ്റംസ് എങ്ങനെ എൻഹാൻസ് ചെയ്യാം. അപ്പോൾ ഒരു റീറ്റെയിൽ ലെവലിൽ സത്യം പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ആരും തന്നെ അത് ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റിയും കാര്യങ്ങൾ എവിടെ വരുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ കോഡിങ് അറിയില്ല. നമുക്ക് നേരത്തെ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ മാനുവലായിട്ട് കോഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ നമുക്ക് AI-യുടെ ഹെൽപ്പ് യൂസ് ചെയ്തിട്ട് ഈ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ കോഡിങ്ങിന് വേണ്ടി സപ്പോർട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ മോഡിഫിക്കേഷൻസും കാര്യങ്ങൾക്ക് വേണ്ടി കണ്ടീഷൻസ് AI-നെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് ട്രേഡ് ചെയ്യുന്ന AIs സത്യം പറഞ്ഞാൽ ഇതുവരെ മാർക്കറ്റിൽ വന്നിട്ടില്ല ആസ് ഫാർ എസ് ഐ നോ. പിന്നെ ഈ പറഞ്ഞതിൽ നിങ്ങൾ സോഷ്യൽ മീഡിയനകത്ത് കാണുന്ന സാധനങ്ങളും കൂടുതലും അത് ആ ഒരു ഹുക്കാണ്. കാരണം ഇതിപ്പോൾ ഒരു ഫാൻസി ടേം ആണല്ലോ. ആക്ച്വലി ഞാൻ കണ്ട റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് അതിന് അടിച്ചു കൊടുത്തിട്ട് ഇതിന്റെ ഗ്രോത്ത് അവർ പ്രെഡിക്റ്റ് ചെയ്യും, ഫോർകാസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന് അത് ആ ഒരു AI-യുടെ സൈറ്റ് ഞാൻ മറന്നുപോയി. പക്ഷെ ഇതായിരുന്നു ആ ഒരു റീലിന്റെ തീം. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് കൊള്ളാലോ. അത് അത്യാവശ്യം നോളേജ് ഉള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു AI-യുടെ അസിസ്റ്റൻസ് കൂടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻ ബി മില്യനെയർ. കാരണം വളരെ ഈസി ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തും ചെയ്തു കൊടുക്കും. അത് തിയറിറ്റിക്കലി കറക്റ്റ് ആണ്, പക്ഷെ പ്രാക്ടിക്കലി അത് കറക്റ്റ് അല്ല. ആദ്യമായിട്ട് കാണുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവ് ആണ് അയാളെ നോക്കാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ലിവ് ലോങ് വെൽത്ത് എന്ന് പറഞ്ഞ കമ്പനി ആക്ച്വലി 1-2 ആൽഗോ ട്രേഡിംഗ് കമ്പനീസിലും ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്, ഫിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ അവരുടെ ഒരു പ്രൊഡക്റ്റ് ഇതാണ്. നമ്മളിതുപോലെ ഒരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ റിഗ്രഷൻ മോഡൽ യൂസ് ചെയ്യാം. റിഗ്രഷൻ മോഡൽ എന്ന് പറയാം. റിഗ്രഷൻ മോഡൽസും വേറെ കുറച്ച് അഡ്വാൻസ്ഡ് മെഷീൻ ലേണിംഗ് മോഡൽസ് വെച്ചിട്ട് പ്രൈസ് ഫോർകാസ്റ്റ് ചെയ്യും. പ്രൈസിന് എങ്ങോട്ട് പോവാം. അല്ലെങ്കിൽ നമുക്ക് ചാർട്ടിൻ്റെ ഒരു പിക്ചർ, നിങ്ങൾ മൊബൈലിൽ ഒരു പിക്ചർ എടുത്ത് കൊടുക്കുക, ഒരു ഫോട്ടോ എടുത്ത് അതിൻ്റെ ആഡ്സ് നിങ്ങൾ കണ്ടു കാണും. അതിപ്പോൾ ഇന്ത്യയിൽ അതിൻ്റെ ആഡ്സ് റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫോട്ടോയിൽ ഒരു പിക്ചർ എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് ഇനി അടുത്ത ചാർട്ട് ഇനി എങ്ങനെയായിരിക്കും വരാനുള്ള പോസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരും. അത് AI എന്ന് പറഞ്ഞാണ് മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ AI അല്ല, അത് ആക്ച്വലി മെഷീൻ ലേണിംഗ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടും ഇൻഡെപ്ത് ആയിട്ടുള്ള അറിയുന്ന ഒരാൾക്കറിയാം ഇത് ബേസിക്കലി മെഷീൻ ലേണിംഗ് മോഡൽസ് ഒക്കെ തന്നെയാണ്. ഇത് വെച്ചിട്ട് പ്രോഗ്രഷനും റിഗ്രഷനൊക്കെ വെച്ചിട്ട് ഈ പറഞ്ഞതിൽ പ്രൈസ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 100% AI എന്ന് പറയാൻ പറ്റില്ല, കാരണം AI കംപ്ലീറ്റ്ലി വേറെ ലെവലിലാണ്. അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഓക്കെ ഫൈൻ, ദിസ് ഇസ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി. അതിന് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന ഡാറ്റയിൽ നിന്നിട്ട് അത് നമുക്ക് പിക്ചർ ഇപ്പം താങ്കളൊരു റിലയൻസിൻ്റെ പിക്ചർ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ റിലയൻസിൻ്റെ ചാർട്ടിൻ്റെ പിക്ചർ ഡെയിലി ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ അവലി ടൈം ഫ്രെയിം എടുത്ത് പിക്ചർ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ആപ്പ് തന്നെ നമുക്ക് പ്രൊജക്ഷൻ തരും. അടുത്ത പ്രൈസ് ഇനി എങ്ങനെയൊക്കെ വരാനാണ്
പോസിബിലിറ്റി. അല്ലെങ്കിൽ ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ പല പാറ്റേൺസ് ഉണ്ട്, ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം, അങ്ങനെ കുറേ പാറ്റേൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് പാറ്റേൺ, ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എൻട്രി എടുക്കാം, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം, ഇതായിരിക്കാം ടാർഗറ്റ്, ഒരു പ്രോബബിലിറ്റി. അങ്ങനെയുള്ള അതൊരു പ്രോബ്ലം. അത് പ്യൂർലി സ്റ്റാറ്റിസ്റ്റിക്കലാണ്. അപ്പോൾ അത് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ കുറേ പുതിയ ടൂൾസ് മാർക്കറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു ടൂൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ നമുക്ക് സ്റ്റേക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ AI പിന്നെ ട്രേഡിങ്ങിൽ വരുന്നത് ശരിക്കും ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണോ പിന്നെ ഇൻഡിവിജ്വൽ ട്രേഡേഴ്സിന്? കാരണം ഇപ്പോൾ ഇത്തരം മോഡൽസ് വരികയാണെങ്കിൽ പിന്നെ ഹ്യൂജ് വെൽത്ത് ആയിരിക്കും ഒരു മാനേജ് ചെയ്യേണ്ടാവുക. അപ്പോൾ ഓഫ് കോഴ്സ് ഒരു സ്റ്റോക്കിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കേപ്പബിലിറ്റി അവിടെ അല്ലേ? എനിക്ക് പേഴ്സണലി തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ, അതിപ്പം ഇപ്പോഴത്തെ നമ്മുടെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, ഇപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ പറഞ്ഞ AI മനുഷ്യനുണ്ടാക്കിയൊരു സാധനമാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഇപ്പോൾ AI എന്ന് പറഞ്ഞൊരു ടെക്നോളജി വെച്ചാൽ എനിക്ക് എൻ്റെ പ്രൊഡക്ടിവിറ്റി 5 ഇരട്ടി ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എന്ത് എഫിഷ്യൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്, ചിലപ്പം എന്നെ പോലെ 5 മറ്റേ റോബോ സിനിമേനകത്തൊക്കെ ഉള്ള 5 ആൾക്കാരുടെ എഫിഷ്യൻസിയിൽ എനിക്ക് എഫിഷ്യൻസി ലെവറേജ് ചെയ്യാം. അതിപ്പോൾ കഴിവുള്ളവൻ എവിടെയാണെങ്കിലും പൈസ ഉണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് AI വരുന്നത് എനിക്കൊരു ത്രെട്ടായിട്ട് തോന്നില്ല, പകരം അതൊരു ബൂണായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ പേഴ്സണലി കൺസിഡർ ചെയ്യുന്നത്. കാരണം നമുക്കത് നല്ല രീതിയിൽ ലെവറേജ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി ക്യാപ്ചർ ചെയ്യാം. നേരെ തിരിച്ച് നമ്മൾ ആ ഒരു നെഗറ്റീവ് സൈഡ് ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓക്കെ ഇത്ര ആൾക്കാർക്ക് ജോലി പോകും, അതൊക്കെ ശരിയാണ്, കുറേ ആൾക്കാർക്ക് ജോലി പോകും. കാരണം കുറേ കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഒബിയസ്ലി മെഷീൻസിന് നമ്മളെക്കാട്ടും ഫാസ്റ്ററായിട്ട് പഠിക്കാനും കാര്യങ്ങൾ റോബോട്ടിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ എനിക്കൊരു ത്രെട്ടായിട്ട് സത്യം പറഞ്ഞാൽ തോന്നില്ല. കാരണം നമ്മുടെ കമ്പനിയിൽ നമ്മൾ ഈ പറഞ്ഞത് 97% നമ്മുടെ ട്രേഡ്സും പ്യൂർലി ആൽഗോ ഡ്രിവണാണ്, ഓട്ടോമേറ്റഡാണ്. അതിപ്പോൾ ലാസ്റ്റ് ഒരു 2-2.5 വർഷമായിട്ട് ഈ പറഞ്ഞത് പ്യൂർലി ആൽഗോ ട്രേഡ്സിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എക്സിക്യൂഷണൽ ഈ ഫിനാൻഷ്യൽ ഇയർ 60% നമ്മൾ ലാർജർ ടിക്കറ്റിനകത്ത് F&Oനകത്ത് നമ്മൾ ജനറേറ്റ് ചെയ്തത്. അതിപ്പോൾ ഒരു ലോവർ ടിക്കറ്റ് വരുമ്പോഴത്തേക്ക്, ലോവർ ടിക്കറ്റ് ആൽഗോസ് എന്ന് വെച്ചാൽ 10 ലക്ഷം ആ ഒരു റേഞ്ചിലുള്ള ആൽഗോസ് നമ്മൾ ജനറേറ്റ് ചെയ്തത് നിയർലി 16%. ഇക്വിറ്റിയുടെ കേസിനകത്ത് നമ്മൾ ജനറേറ്റ് ചെയ്ത റിട്ടേൺസ് നിയർലി 27% ആണ് ഇക്വിറ്റിയുടെ കേസിൽ ഈ ഫിനാൻഷ്യൽ ഇയർ ചെയ്ത്. ഓവറോൾ CAGR വരുന്ന 39%. ഞാൻ എന്തൊക്കെ ശതമാനമാണ് അവിടെ പറയുന്നത്, ഇതെല്ലാം വേരിഫയബിൾ ആണ്. ഞാൻ എക്സലിലോ എക്സലിലോ PPTയിലോ ഏതെങ്കിലും ബ്രോഷറിലല്ല കാണിക്കുന്നത്, ലൈവ് ആയിട്ടുള്ള അക്കൗണ്ട്സിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓവറോൾ ഇപ്പോൾ ലിബ്ലോങ് വെൽത്ത് ആസ് എ കമ്പനി നമ്മൾ ഇപ്പം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന AUM എന്ന് വെച്ചാൽ 428 കോടിയാണ്. 428 crores നമ്മളിപ്പോൾ അസ് ഓഫ് ഡേറ്റ് മാനേജ് ചെയ്യുന്നുണ്ട്. ഇൻട്രാഡേ നമ്മൾ നിയർലി ഒരു 40 കോടിയുടെ അടുത്ത് ഇൻട്രാഡേ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രാഡേ പിന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ഫണ്ട്സ് ഉണ്ടോ അതോ? നമ്മുടെ ഈ ആൽഗോ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസാണ്. അതിപ്പോൾ ഇൻഡിവിജ്വൽസ് ഉണ്ട്, നമ്മുടെ സ്വന്തം ആൽഗോയിൽ. പിന്നെ നമ്മുടെ തന്നെ പ്രൊപ്പറേറ്ററി ഫണ്ട്സ് ഉണ്ട്, നമ്മുടെ കമ്പനിയുടെ തന്നെ ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ സിഗ്നൽസ് കൊടുക്കുന്നത് അങ്ങനെ സിഗ്നൽസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം സിഗ്നൽസ് നമ്മൾ അഡ്വൈസർ കൊടുക്കുന്നത് അവർ എത്ര വോളിയത്തിലാണ് ചെയ്യുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ അത് മെഷറബിൾ അല്ല. ഓക്കെ. ഇപ്പോൾ നമ്മൾ സംസാരിച്ച AI കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ AI വരുന്നതിൻ്റെ ഒരു ഏർലി അഡോപ്റ്റർ അഡ്വാൻറ്റേജ് എല്ലാ മാർക്കറ്റിലും എല്ലാവർക്കും ഉള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ഏർലി അഡോപ്റ്റർ അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊരു ബൂണായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു പിന്നെ ഏർലി അഡോപ്റ്റർ അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എവിടെയൊക്കെ അയാളുടെ പിന്നെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, പഠിക്കാൻ എന്ന്? അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഇപ്പോൾ AI എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ട്രേഡിങ്ങിൽ മാത്രമല്ല എല്ലാത്തിനകത്തും നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആവും. അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് സോഴ്സ് ഈ പറഞ്ഞ യൂട്യൂബ് തന്നെയാണ്. പിന്നെ അതുകൂടാണ്ട് ഇപ്പം ഞാൻ വേറെ പ്രത്യേകിച്ച് ഒരു ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, എന്നാൽ പോലും ഞാൻ പറയാം യൂഡമിനകത്ത് ഇഷ്ടം പോലെ കോഴ്സസ് ഉണ്ട്. 300 രൂപ 400 രൂപയുടെ ഒക്കെ യൂഡമിനകത്ത് തന്നെ ഇഷ്ടം പോലെ കോഴ്സസ് ഉണ്ട്. ആ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് റെഫർ ചെയ്യാം. ഓരോ ഇൻഡസ്ട്രിയിൽ ഇപ്പം നിങ്ങളൊരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് AI എങ്ങനെ വീഡിയോ എഡിറ്റിങ്ങിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫിനാൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഫിനാൻസിനകത്ത് AIയുടെ പോസിബിലിറ്റീസ് എന്താ. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഡേ ടു ഡേ ലൈഫിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം AI യൂസ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പം ഞാനിപ്പോൾ ഒരു കമ്പനി റൺ ചെയ്യുന്നതുകൊണ്ട് ആ കമ്പനിയുടെ ഫിനാൻഷ്യൽസും കാര്യങ്ങളും നോക്കുന്നത് കുറച്ച് കമ്പേഴ്സമായിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ എക്സൽ ഷീറ്റിൽ ഈ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മന്ത്ലി എക്സ്പെൻസ്, ഇൻകം അങ്ങനെയുള്ള. ഇപ്പം കമ്പനിയുടെ കേസിനകത്ത് റൺവേ എന്ന് പറയും. ഈ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞ സാധനം കമ്പനിയുടെ കേസിനകത്ത് റൺവേ മാനേജ് ചെയ്യുന്നതൊക്കെ. അപ്പം നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ മാനുവലായിട്ട് ഫീഡ് ചെയ്ത്
ഈ പറഞ്ഞതിൽ ഈ റോവാസ് എത്രയാണ്, ഈ പറഞ്ഞ നമുക്ക് അതിൽ നിന്ന് വരുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്നൊക്കെ മാനുവലി കാൽക്കുലേറ്റ് ചെയ്ത് കമ്പയർ ചെയ്ത് ചാർട്ടൊക്കെ പ്ലോട്ട് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഡാറ്റ ഫീഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ AI യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാം, എന്തൊക്കെ ചെയ്താൽ ഏതൊക്കെ ബിസിനസ്സിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യണം, ഏതൊക്കെ വെർട്ടിക്കൽസിൽ കുറവ് ഫോക്കസ് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ നിയർലി ഒരു 130 ആൾക്കാരുടെ ടീമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കൂടുതൽ മാൻ പവർ ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചില വെർട്ടിക്കൽസിൽ നിന്ന് റവന്യൂ കുറയും. അപ്പോൾ എനിക്ക് AI യൂസ് ചെയ്തിട്ട് എനിക്ക് ഫോർകാസ്റ്റ് ചെയ്യാം എവിടെയൊക്കെ നമുക്ക് കൂടുതൽ മാൻ പവറിന് അലോക്കേറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മൾ എയിം അല്ലെങ്കിൽ നമ്മളെ ഗോൾ അതെ, നമ്മുടെ ഗോള് വെച്ച് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്തിട്ട് എവിടെ ഫോക്കസ് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്യണം. ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു സംഭവം പറയാം. ഇപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഫ്രാഞ്ചൈസി മോഡലിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഫ്രാഞ്ചൈസി വരുന്ന പാലയില. അപ്പോൾ നാളെ എഗ്രിമെൻറ്റ് സൈനിങ്ങാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചെന്നൈ, ഹൈദരാബാദ് ഈ പറഞ്ഞ 2 റീജിയൻസിൽ നമ്മൾ പുതിയ ഓഫീസസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഈ 2 ഓഫീസസിനകത്ത് നമുക്ക് ലൊക്കാലിറ്റി വൈസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് AI ഇത് ഹെൽപ്പ് യൂസ് ചെയ്യാം. നേരത്തെ ഈ പറഞ്ഞ പർപ്പസിനൊക്കെ വേണ്ടി ഈ വലിയ വലിയ കൺസൾട്ടിങ് കമ്പനീസ് ഒക്കെ ഉണ്ടല്ലോ, അവരുടെ ജോബായിരുന്നു ഈ പറഞ്ഞതിൽ മാർക്കറ്റ് സ്റ്റഡി നടത്തുക, പൊട്ടൻഷ്യൽ ആണോ, ആൾക്കാരുടെ പെർ ക്യാപിറ്റ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ട് ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ പല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കാക്കനാട് പോലൊരു സ്ഥലം എടുത്തു. ഇവിടെ തന്നെ പല ബിൽഡിങ്സിൻ്റെ റേറ്റ്സ് കമ്പയർ ചെയ്യുക, ലൊക്കേഷൻസ് പിക്ക് ചെയ്യുക. അതെല്ലാം ഈ പറഞ്ഞതിൽ കൺസൾട്ടിങ് കമ്പനീസിൻ്റെ ജോബായിരുന്നു. ഇപ്പോൾ നമുക്കിത് AI വെച്ചിട്ട് എത്രയാ ഒരു മാസം $200 ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പരിപാടിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഡാറ്റാസ് മുഴുവനായിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡാറ്റ അനലൈസ് ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കൂടുതലും AI യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ട്രേഡിങ്ങിൻ്റെ കേസിനകത്ത് AI യൂസ് ചെയ്യുന്ന വേറെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പല ട്രേഡിങ് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പാരലി F&O കേസിനകത്ത് നിയർലി 13-14 സ്ട്രാറ്റജീസ് ഒരേ സമയത്ത് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ 1 കോടി ക്യാപിറ്റലിൽ ഞാൻ ഈ 13 സ്ട്രാറ്റജി റൺ ചെയ്യണ സമയത്ത് എനിക്ക് തീരുമാനിക്കണം ഓരോ മാസവും ഇപ്പോൾ 10 സ്ട്രാറ്റജി വെച്ച് നമുക്കൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ എല്ലാ സ്ട്രാറ്റജിയും ഞാൻ 10 ലക്ഷം ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യുന്നത്. 10 സ്ട്രാറ്റജി ഒരേ സമയത്ത് റൺ ചെയ്യണം, എല്ലാ സ്ട്രാറ്റജിക്കും 10 ലക്ഷം രൂപ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് എനിക്ക് ഒരു മാസം കിട്ടും. അങ്ങനെ ഒരു 3 മാസം റൺ ചെയ്യുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ ഡാറ്റ AI ഫീഡ് ചെയ്യുകയാണെങ്കിൽ AI തന്നെ എന്നോട് പറയും 10 വരെ ഇവിടെ 12 കൊടുക്കുക, അവിടെ ക്യാപിറ്റൽ ഒരു 7 ആയിട്ട് കുറയ്ക്കുക. ആ പറഞ്ഞ സാധനം നമ്മൾ നേരത്തെ മാനുവലി സമയമെടുത്ത് ഇതെല്ലാം ചാർട്ട്സ് എല്ലാം പ്ലോട്ട് ചെയ്ത് അനലൈസ് ചെയ്തുകൊണ്ടിരുന്ന സംഭവം ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ AI ഞാൻ ട്രെയിൻ ചെയ്യാം. ഞാൻ AI പറയും ഇതൊക്കെയാണ് ഞാൻ നോക്കുന്ന കണ്ടീഷൻസ്. എനിക്ക് കുറവ് റിസ്കിൽ കൂടുതൽ റിട്ടേൺസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റണം. പക്ഷേ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരു സ്ട്രാറ്റജി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ എല്ലാ ക്യാപിറ്റലും അതിനകത്ത് ഇടാൻ പറ്റില്ല. റിസ്ക് നല്ല രീതിയിൽ ബാലൻസ് ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് 3 മാസത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് 6 മാസത്തെ ഡാറ്റ വെച്ചിട്ട് എങ്ങനെയായിരിക്കും ഇതെനിക്ക് കുറച്ചും കൂടെ ഒപ്റ്റിമം ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് AI ട്രെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ മാനുവലായിട്ട് നമ്മുടെ ഫിനാൻസ് ടീമുണ്ട്, നമ്മുടെ ഫിനാൻസ് ടീം ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ഇപ്പോൾ എനിക്ക് AI ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ എനിക്ക് സ്മൂത്തറായിട്ട് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് ചിലപ്പോൾ ഒരു മിനിറ്റ് 2 മിനിറ്റ് ഈ പരിപാടി ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ ഒരു 6 മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സാധനം ഇപ്പോൾ 2 മിനിറ്റ് ചെയ്യാം. 1, 2, 3 ആൾക്കാരുടെ പണി നിങ്ങൾക്ക് ആരും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ അതാ സംഭവം. അപ്പോൾ ആ ഒരു 6 മണിക്കൂർ ഒരു ദിവസം നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടി. 6 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം. അപ്പോൾ AI ഞാൻ നോക്കുമ്പോൾ അഡ്വാൻറ്റേജ് നമുക്ക് മര്യാദയ്ക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ AI കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കണം. അപ്പോൾ AI നമ്മളൊരു സ്ലീവ് ആക്കി വെച്ചാൽ നിങ്ങൾക്കൊരു മാസ്റ്റർ ആവാൻ കഴിയാൻ നിങ്ങൾ തന്നെ എഡ്യൂക്കേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ദിവസം എന്തോരം സമയം ലാഭം കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം. ഓക്കെ. അല്ലപ്പോൾ നമ്മൾ ജോലി നഷ്ടപ്പെടാനുള്ള കാര്യം പറഞ്ഞു ഫൈനാൻസ് ടീമിൽ പലർക്കും. അപ്പോൾ അവിടെ നമുക്ക് AI ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്ന ഒരാളുടെ ജോലി അവിടെ പുതുതായിട്ട് വരില്ലേ അല്ലേ? AI മറ്റൊരു ടൈപ്പ് ഓഫ് പുതിയ ജോലിനെ ക്രിയേറ്റ് ചെയ്യണം കൂടെ ചെയ്യണ്ടല്ലോ അല്ലേ അവിടെ? തീർച്ചയായിട്ടും പുതിയ ജോലിനെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നല്ലേ. പക്ഷേ ഈ പറഞ്ഞ AI ഇത് ട്രെയിൻ ചെയ്യണമെങ്കിൽ പരിപാടി അറിയുന്ന ഒരാൾ വേണമല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പോൾ ഈ ഒരാൾ ഇത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ AI പഠിപ്പിച്ച് മനസ്സിലാക്കണം. AI എന്ന് വെച്ചാൽ ഒരു കൊച്ചു കുട്ടിയാണ്, പുള്ളിക്ക് ബുദ്ധി ഉണ്ടെന്നുള്ള ഒന്നും ചെയ്യാനറിയില്ല. മനസ്സിലായോ? അപ്പോൾ AI ഇതാണ് എനിക്ക് വേണ്ടത്, അതാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു മാസ്റ്റർ അവിടെ വേണം. ഓക്കെ. അപ്പോൾ ആ മാസ്റ്റർ ആവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലെവറേജ് ചെയ്യാം. കാരണം അതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ടെക്നോളജി നിങ്ങൾക്ക് ലെവറേജ് ചെയ്യാൻ അറിയണം. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം വന്ന സമയത്ത് ഇതുപോലെ എല്ലാവരും പറഞ്ഞു അത് ആൾക്കാർ നശിച്ചു പോകും, റീൽസ് ടിക്ടോക്ക് ആൾക്കാർ നശിച്ചു പോകും, ആൾക്കാർ സമയം വേസ്റ്റ് ആക്കും.
ആൾക്കാർ സമയം വേസ്റ്റ് ആക്കുന്നുണ്ട്, പക്ഷെ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ? ഉണ്ട്. അതെന്താ? കാരണം അവർ അതിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നോ അതെങ്ങനെ ലെവറേജ് ചെയ്യാമെന്നോ അവർ മാസ്റ്റർ ചെയ്തു. അതേമാതിരി എനെ കണ്ടാൽ മതി. അപ്പോൾ വരും, ഇതേപോലെ കുറേ ആൾക്കാർക്ക് ജോലി പോവും, അത് ശരിയാണ്. പക്ഷേ നമുക്ക് എങ്ങനെ അത് ലെവറേജ് ചെയ്യാം, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അപ്പോൾ നമ്മൾ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനിപ്പോൾ എഞ്ചിനീയറിങ് 2019 ഞാൻ എഞ്ചിനീയറിങ് കഴിഞ്ഞു. അന്ന് വരെ പഠിച്ച കാര്യങ്ങളെ ഞാൻ പഠിക്കുള്ളൂ. ഇനി പുതിയതായിട്ടൊന്നും ഞാൻ പഠിക്കാതെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഔട്ട്ഡേറ്റഡ് ആയി പോകും. നേരത്തെ ഒരു 5-6 വർഷത്തിലാണ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ 6 മാസം പുതിയ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറയുന്ന പരിപാടി തുടങ്ങിയിട്ട് ഇപ്പോൾ 9 കൊല്ലമല്ലോ ആവുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരാൾക്കൊരു ബേസിക്കായിട്ട് എങ്ങനെയാണ് അയാളുടെ മണി മാനേജ്മെൻറ്റ്, ലെറ്റ്സ് ഒരാൾക്ക് 1 lakh rupees ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളത് എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യണം? അയാൾക്ക് തുടർന്നുള്ള കാര്യങ്ങൾക്കുള്ള സേവിങ്സും വേണം, അയാൾക്ക് വണ്ടി വാങ്ങണം, വീട് വെക്കണം, പിന്നെ കല്യാണം കഴിക്കണം, അങ്ങനെയുള്ളൊരു ലോങ് ടേം ഗോളിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ റേഷ്യോ? ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നു കുറച്ച് ഫണ്ട് ഒരു 6 monthിലോട്ട് മാറ്റി വെക്കണം, സേവിങ്സ്, ഞാനതല്ല ഉദ്ദേശിക്കുന്നത്. ഒരു 1 lakhൻ്റെ ഇത്ര പെർസെൻറ്റേജ് അങ്ങനത്തെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ ആസ് എ മാനേജ്മെൻറ്റ് എന്നുള്ള ആൾക്ക്, അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? അതിനകത്ത് അതിപ്പോൾ ഓരോ ഇൻഡിവിജ്വലിൻ്റെ കേസിലും ഓരോ രീതിയിലാണ്. അപ്പോൾ എനിക്കിപ്പം ഏറ്റവും എളുപ്പം പറയാൻ പറ്റുന്നത്, എനിക്കിപ്പോൾ ഞാനൊരു 1 lakh rupees സാലറി ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ചെയ്തതെന്ന് ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്തുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ആദ്യം വേണ്ടത്, ഇപ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് എന്തിനാ? പീസ് ഓഫ് മൈൻഡ് അല്ലേ? നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ വേണ്ടി. അപ്പോൾ ആദ്യം നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ആദ്യം എൻ്റെ ആൻസർ പറഞ്ഞു കേട്ടോ. സെയിം സംഭവം സേവിങ്സിലേക്ക് മാറ്റുന്നല്ലേ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു 18 വയസ്സാകുന്ന ആൾ, മോസ്റ്റ്ലി എല്ലാവരും എഡ്യൂക്കേഷൻ കഴിഞ്ഞ് 18 അല്ല ഒരു 22 ആകുമ്പോഴാണ് ഫസ്റ്റ് സാലറി വാങ്ങുന്നത്. ആ ടൈം ആകുമ്പോഴേക്കും ആൾക്ക് ഈ ഫൈനാൻഷ്യൽ ബാലൻസ് എങ്ങനെയാണ്, ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള യാതൊരു ഐഡിയ ഇല്ല. കാരണം അവർ ജീവിച്ചിരുന്നത് അണ്ടർ പാരൻസിൻ്റെ അണ്ടറിലാണ്, എല്ലാ കാര്യങ്ങളും സോർട്ട് ചെയ്തിരുന്നത് എല്ലാവരും അതാണ്. അപ്പോൾ അവിടുന്ന് മുതൽ നമ്മൾ ഈ കാര്യങ്ങൾ അവിടുന്ന് ഒരു 23 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലായിരിക്കും സ്വന്തമായിട്ട് സാലറി വാങ്ങുന്നത്. അവിടുന്ന് മുതൽ നമുക്ക് ഈ എഡ്യൂക്കേഷൻ എവിടുന്ന് വേണം, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു നോളേജ് പലർക്കും അറിയണില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ തന്നെ സാലറി വാങ്ങി തുടങ്ങുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യുന്നത്. എനിക്കത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എങ്ങനെയാണെന്നുള്ളത്. അല്ല, നമ്മുടെ മക്കൾക്ക് എവിടെ മുതൽ എത്ര പെർസെൻറ്റേജ് ഈ പറഞ്ഞത്? ഓക്കെ, മനസ്സിലായി. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ ഒരു 1 ലക്ഷം രൂപ സാലറി കിട്ടുന്ന ഒരാളുടെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ ഒരു ഐഡിയൽ സിനാരിയോയിൽ ഇപ്പോൾ നിങ്ങൾ കൊച്ചി പോലൊരു സ്ഥലത്ത് താമസിക്കുകയാണ്. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യുകയാണ് നിങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഫാമിലി ആയിട്ടൊന്നും അല്ല, ഒറ്റയ്ക്ക്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു 1 bedroomലോ നിങ്ങളുടെ ഒരു ഫ്രണ്ടുമായിട്ട് ചിലപ്പോൾ ഒരു 2 bedroomലായിരിക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു നിയർലി ഒരു 20,000 rupees, ഒരു 15,000 to 20,000 rupees നിങ്ങളുടെ സ്റ്റേയും കാര്യങ്ങൾക്കും വേണ്ടി പോവും. പിന്നെ ബാക്കി വരുന്ന എമൗണ്ട് എത്രയാണ്? ഈ പറഞ്ഞ 1 lakhനകത്ത് ബാക്കി വരുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ ഒരു 85,000 rupees. അതിനകത്ത് ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ നല്ല ക്വാളിറ്റി ഫുഡും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഒരു 15,000 rupees നിങ്ങളുടെ ഫുഡ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻഡിച്ചറിൽ പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മോറോലെസ് ഒരു 70,000 rupees ആണ് കയ്യിൽ വരുന്നത്. അപ്പോൾ മിക്ക ആൾക്കാർക്കും ഇപ്പോഴത്തെ നമ്മളൊരു സ്റ്റാറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പേയ്മെൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്കൊരു 20,000 rupees പോയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ പറഞ്ഞ പേയ്മെൻറ്റ്സ് കഴിഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ കയ്യിൽ ഒരു 50,000 rupees വരുന്നുണ്ട്. അപ്പോൾ റെക്കമെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ നിന്ന് ആ പറഞ്ഞ 50,000 rupees നിന്ന് ഒരു 25,000 rupees എങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടി മാറ്റി വയ്ക്കുന്നതാണ് തീർച്ചയായിട്ടും റെക്കമെൻഡഡ് ആയിട്ടുള്ള. അതെ, ഒരു 20 to 25% നമ്മുടെ ഇൻകത്തിൻ്റെ 20 to 25% ഈ പറഞ്ഞതിൽ എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യാനും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടി മാറ്റി വയ്ക്കുന്നതാണ് എപ്പോഴും റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഞാൻ പറയുന്ന പോലെ ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും എളുപ്പ വഴി ഇതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതെ, ചെറിയ എമൗണ്ടിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ ചോദിക്കുക എനിക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്തോളൂ, പക്ഷേ അതിന് വലിയൊരു എമൗണ്ട് വേണം. നേരെ തിരിച്ച് സ്റ്റോക്ക് മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാസം ഒരു 5,000 രൂപ വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ 500 രൂപ വെച്ചിട്ടാണെങ്കിലും സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ഹാബിറ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സാലറിയുടെ ഇപ്പോൾ 1 lakh കിട്ടുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു 25,000 rupees ഐഡിയലി 20 to 25,000 റേസ് ചെയ്യാനുള്ള മെയിൻ കാരണം നമ്മളിപ്പോൾ വിദേശത്ത് പോയിട്ട് 7 കൊല്ലമൊക്കെ ആയി. അപ്പോൾ നമ്മളവിടെ പലരായിട്ടും സംസാരിക്കുമ്പോഴും പലരും ഇങ്ങോട്ട് വരാനുള്ള അവരുടെ മോട്ടോ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഇങ്ങോട്ട് വരണം, കല്യാണം കഴിക്കണം, വീട് വെക്കണം എന്നുള്ള. അപ്പോൾ അവർക്ക് ഇത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഓൾറെഡി മോട്ടേജ് ലോൺ ഉണ്ടായിരിക്കും, ലോണുകൾ ഉണ്ടാവും. അപ്പോൾ ഇവർക്കിത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഏതാണ് റൈറ്റ് ടൈം? ഓക്കെ,
ഒരു സാധനം ചെയ്യാനുള്ള റൈറ്റ് ടൈം എപ്പോഴാണ്, നമുക്ക് എപ്പോഴാണ് ഒരു വണ്ടി വാങ്ങേണ്ടത്, എപ്പോഴാണ് ഒരു വീട് വെക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഒരു ഡിസിഷൻ അത് റൈറ്റ് ടൈമിലാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു നോളജ് ഓൾമോസ്റ്റ് ആർക്കും ഇല്ല. നമ്മളിപ്പോൾ നമ്മളെ അയൽക്കാരൻ്റെ ഒരു വണ്ടി ഉണ്ട്, അപ്പോൾ നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ആഗ്രഹം വരികയാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയി ചെയ്യും. അത് എങ്ങനെ ആയിരിക്കണം, നമ്മളിൽ ഇത്ര 1,00,000 രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ 5% മാത്രമാണ് വെച്ചിട്ട് നമ്മൾ വീട് ഉണ്ടാക്കേണ്ടത്. അങ്ങനെയുള്ളൊരു ബാലൻസിങ് ഇല്ല. അതിനെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള മെയിൻ കാരണം. ഓക്കെ, ഇപ്പം നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് തമ്പ് റൂൾസ് ആണ്. അപ്പോൾ നേരത്തെ നിങ്ങൾ ചോദിച്ച പോലെ എത്ര എമൗണ്ട് വരുമ്പം വണ്ടി മേടിക്കാം, അല്ലെങ്കിൽ വീടിൻ്റെ കാര്യം നമുക്ക് പ്ലാൻ ചെയ്യാം, അങ്ങനെയുള്ള കാര്യം. അപ്പോൾ വണ്ടിയുടെ കേസ് പറയുമ്പോൾ ഒരു തമ്പ് റൂളുണ്ട്, 24/10 എന്ന് പറഞ്ഞൊരു തമ്പ് റൂളുണ്ട്. ഒന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കൊരു 10 ലക്ഷം രൂപയുടെ വണ്ടി മേടിക്കണമെങ്കിൽ അതിൻ്റെ ഒരു 20%, എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപയെങ്കിലും എനിക്ക് ഡൗൺ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ. പിന്നെ ഞാൻ മാക്സിമം ഈ പറഞ്ഞതിൽ ലോൺ എടുക്കാൻ പോകുന്നത് 4 വർഷത്തേക്കായിരിക്കണം. പിന്നെ എല്ലാ മാസം എനിക്കിതിൻ്റെ EMIയും ബാക്കി എക്സ്പെൻസൊക്കെ ആയിട്ട് പേ ചെയ്യേണ്ടി വരുന്നത് ഇതിൻ്റെ ഒരു 10%, എന്ന് വെച്ചാൽ എൻ്റെ മന്ത്ലി സാലറിയുടെ ഒരു 10% വരെ ഞാൻ മന്ത്ലി ആയിട്ട് EMI എക്സ്പെൻസസ് ആയിട്ട് പേ ചെയ്യേണ്ടി വരുള്ളൂ. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു മാസം 10,000 രൂപ വണ്ടിയുടെ EMIയും ഈ പറഞ്ഞതിൽ ബാക്കി ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് 1 ലക്ഷം രൂപയെങ്കിലും സാലറി വേണം. അതായിരുന്നു എൻ്റെ ഒരു അതെ. പലപ്പോഴും ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ 1 ലക്ഷം രൂപ ആയിരിക്കും സാലറി, പക്ഷേ വണ്ടിയുടെ ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അതിപ്പോൾ ഒരു 30,000 രൂപ വരുവാണെങ്കിൽ അത് ഭയങ്കര റിസ്ക്കിയാണ്, അത് സസ്റ്റൈനബിൾ അല്ല. അപ്പോൾ ഇന്നോവ വാങ്ങി 32,000 രൂപ അടവ്. പോളണ്ടിലുള്ള ആൾക്കാർ എനിക്കറിയാം, പക്ഷെ നമ്മൾ അവർ ആ ഒരു സ്ട്രഗിൾ കണ്ടത് കൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. അതേപോലെ തന്നെ വീടിൻ്റെ കാര്യം, അതാണ് ഭീകരം. ഓക്കെ, അപ്പോൾ കാറിൻ്റെ കേസിനകത്ത് നമുക്ക് ഈ പറഞ്ഞാൽ 24/10. ഓക്കെ, അപ്പോൾ വീടിൻ്റെ കേസ് വരുമ്പോഴാണെങ്കിൽ പല പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ റിലയബിൾ ആയിട്ട് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ 5, 20, 30, 40 എന്ന് പറഞ്ഞൊരു തമ്പ് റൂളുണ്ട്. 5, 20, 30, 40. അപ്പോൾ ഓരോന്ന് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ഒരു ആനുവൽ ഇൻകം ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപയാണെന്ന് വെച്ചോ. എൻ്റെ ആനുവൽ ഇൻകം 50 ലക്ഷം രൂപയാണെങ്കിൽ ഞാൻ മാക്സിമം നോക്കേണ്ട ഈ 50 × 5 എന്ന് വെച്ചാൽ 2.5 കോടി. അപ്പോൾ ഞാൻ മാക്സിമം പർച്ചേസ് പ്ലാൻ ചെയ്യാൻ പോകേണ്ടത് ഈ പറഞ്ഞ 2.5 കോടിയുടെ വിലയുള്ളൊരു ഫ്ലാറ്റോ വീടോ മാത്രമേ ഞാൻ മാക്സിമം പാടുള്ളൂ, പർച്ചേസിങ് പ്രൈസ് പാടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര വർഷത്തേക്കാണ് ഈ പറഞ്ഞതിൽ ലോൺ എടുക്കേണ്ടത്, മോർഗേജ് എടുക്കേണ്ടത് എത്ര വർഷത്തേക്കാണ്, മാക്സിമം 20 years. അത് ഇതെല്ലാം ഞാൻ പറയുന്നതെല്ലാം മാക്സിമം ആണ്, കാരണം കുറവായത് അത്ര നല്ലത്. മാക്സിമം 20 yearsൻ്റെ പീരീഡ് ആയിരിക്കണം എൻ്റെ ഈ പറഞ്ഞ. അത് ഈ ഫിക്സഡ് ഇൻകം കിട്ടിക്കൊണ്ടേ ഇരിക്കണം അല്ലേ? എല്ലാവരും ഹരി പറയുന്നത് 50 lakhs പെർ ആനുവൽ ഉള്ള ഒരാളുടെ കണക്കാണ്. അതെ, നമ്മളുടെ റേഞ്ചിൽ 50 lakhs ഒരു 10 ലക്ഷം ഇൻകം ആനുവലി ഉള്ള ഒരാളെ സംബന്ധിച്ച് അയാൾ മാക്സിമം ടാർഗറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ 5 ഇരട്ടി, എന്ന് വെച്ചാൽ 50 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റോ വീടോ മാത്രമേ മാക്സിമം നമ്മൾ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അത് 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര നാളത്തേക്ക് മാക്സിമം നമുക്ക് ലോൺ എടുക്കാം. പിന്നെ ഈ പറഞ്ഞ റൂൾസിനകത്ത് ഇതിനെക്കാട്ടും അടിയിൽ കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് ബാങ്ക് തരും, പക്ഷേ ബാങ്ക് തന്നാലും നമ്മൾ എടുക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ ഒരു 20 years പീരീഡ് വരെ നമുക്ക് വേണമെങ്കിൽ മോർഗേജ് പോകാം. പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ 30 എന്ന് പറഞ്ഞ നിൽക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ മന്ത്ലി വരുന്ന എമൗണ്ടിൻ്റെ ഇതിൻ്റെ ഒരു മാക്സ് ടു മാക്സ് 30% മാത്രമേ നമുക്ക് EMI ആയിട്ട് വരാൻ പാടുള്ളൂ. വീടിൻ്റെ മൊത്തത്തിലുള്ള EMI ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് വീടുമായിട്ട് ബന്ധപ്പെട്ട വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യണം. കാരണം ഫർണിഷിങ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വേറെ കോസ്റ്റിൽ വരും, മെയിൻ്റനൻസ് അതെല്ലാം കൂടെ കൂട്ടി മാക്സിമം നമുക്കൊരു 30% നമ്മുടെ എക്സ്പെൻഡിച്ചർ, വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻഡിച്ചറും EMIയും കവറപ്പായി പോകണം. പിന്നെ ഈ പറഞ്ഞ 40 എന്ന് പറഞ്ഞ സാധനമാണ്, അതാണ് ഒരു ഒപ്റ്റിമം ഡൗൺ പേയ്മെൻറ്റ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൽ ഇപ്പോൾ ഒരു വീട് മേടിക്കുമ്പോൾ നമ്മൾ ഒപ്റ്റിമമായിട്ട് പേ ചെയ്യേണ്ട ഡൗൺ പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ എനിവെയർ ബിറ്റ്വീൻ 25 to 40% ആണ് ഒപ്റ്റിമമായിട്ട് ഉദ്ദേശിക്കുന്നൊരു ഡൗൺ പേയ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഈ 40 ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം പല ആൾക്കാർക്കും ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ് പല സിറ്റുവേഷൻസിൽ. പക്ഷേ കാരണം പല റൂൾസും ബേസിക്കലി ഡിവൈസ് ചെയ്തേക്കണ ഈ ബുക്സും ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഫോറിൻ ഓതർ ബുക്സാണ്. അപ്പോൾ അവിടെ പക്ഷെ ഇത്രയും ഡൗൺ പേയ്മെൻറ്റിൻ്റെ ആവശ്യം ഇല്ലതാനും, പക്ഷെ ഇത് ഡിവൈസ് ചെയ്തേക്കണല്ല ഫോറിൻ ഓതർ. ആ നാട്ടിലത്തെ ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. 8 to 14% എങ്ങനെയാണ് അവിടെ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. എവിടെ എത്തി? അതും 20 കൊല്ലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പൈസയായി? അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇതെല്ലാം ഒപ്റ്റിമം ഫിഗേഴ്സാണ്. പക്ഷേ ഇതിനകത്ത് എല്ലാം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഈ റൂൾസിനകത്ത് പലതും ഇപ്പം ഞാൻ 5, 20, 30, 40 എന്ന് പറഞ്ഞ സംഭവത്തിനകത്ത്
പല കാര്യങ്ങളും നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ മാക്സിമം കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കാം. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞ ഇതിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. അതുപോലെ ഹരിയെ ഇപ്പോൾ ഒരു 20s നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഏർലി 30s നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാന് അല്ലെങ്കിൽ റിട്ടയർ ആവുന്ന ഒരു ഏജിലോട്ടുള്ള സേവിങ്സ് തുടങ്ങണമെങ്കിൽ അതിന് റൈറ്റ് ടൈം ഉണ്ടോ, അല്ലെങ്കിൽ അതിന് ചെയ്യേണ്ടതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ എല്ലാവരും ഈ ക്വിക്ക് മണി സ്കീമിൻ്റെ ബാക്കിലായതുകൊണ്ട് ഇപ്പോൾ നമ്മളൊക്കെ കൂട്ടുകാരൊക്കെ പല ആളുകളും വിദേശത്തൊക്കെ ജോലി ചെയ്യണ ഗൾഫിലൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. ഞാൻ മാക്സിമം 4 വർഷമൊക്കെ ഞാൻ നാട്ടിലേക്ക് വരും, ആ ഒരു സംഭവം എല്ലാവരും പറയുന്ന വേസ് ആരും മതി. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷെ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു. ഓക്കെ, അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങും ബാക്കി നമ്മുടെ ഗോൾസിന് വേണ്ടിയുള്ള പ്ലാനിങ്ങിനെ പറ്റി ചോദിച്ചു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് വഴി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗോൾസ് ഏതാണെന്ന് ആദ്യം തന്നെ എഴുതുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഒരു ഗോളുണ്ട്, എനിക്ക് ഇന്ന വയസ്സിൽ ഈ വണ്ടി മേടിക്കണം, അല്ലെങ്കിൽ ഇത്രയും വയസ്സാകുമ്പോൾ എനിക്ക് ഇങ്ങനൊരു വീട് മേടിക്കണം, ഇത്രയും വയസ്സാകുമ്പോൾ എനിക്ക് എന്താ പറയുക ഒരു ഫോറിൻ ട്രിപ്പ് പോകണം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട പരിപാടി നമ്മുടെ എല്ലാ ഗോൾസും എഴുതി വെക്കുക. എന്തൊക്കെയാണ് നമ്മുടെ ഗോൾസ്, അതിനുവേണ്ടി എത്ര എമൗണ്ട് വേണ്ടി വരുമെന്നും കൂടെ എഴുതി വയ്ക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു വണ്ടി മേടിക്കണം, വണ്ടി മേടിക്കണം, എനിക്കൊരു വീടും വെക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ രണ്ടിൻ്റെ എമൗണ്ടും ഞാൻ ഒറ്റ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റിലായിരിക്കും ചിലപ്പോൾ പൈസ ആഡ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടി മേടിക്കാൻ ചിലപ്പോൾ ഒരു 10 ലക്ഷം രൂപ മതിയായിരിക്കും, വീടിന് വേണ്ടി ഞാൻ ചിലപ്പോൾ ഒരു 50 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് 2 ഗോൾസിന് വേണ്ടി ഞാൻ ഒരേ പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങും. ഒരു സമയത്തുമ്പോഴത്തേക്ക് ചിലപ്പം പോർട്ട്ഫോളിയോനകത്ത് ചിലപ്പോൾ ഒരു 30 ലക്ഷം കാണും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 10 ലക്ഷത്തിന് മേടിക്കാനിരുന്ന വണ്ടി ഞാൻ പോയി 30 ലക്ഷത്തിന് വണ്ടി മേടിക്കാൻ ആൾക്കാർ പ്രിഫർ ചെയ്യും. അപ്പോൾ അവർക്ക് വീട് വെക്കാനും കൂടെ അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണത്. അപ്പോൾ വീട് വെക്കാൻ വേണ്ടി പിന്നെ വീണ്ടും 0 സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ഗോൾ എന്താണോ അത് ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ കേസ് വരുമ്പോൾ ഇത് തന്നെ. അപ്പോൾ ഇപ്പോൾ റിട്ടയർമെൻറ്റും വീടിനും എല്ലാത്തിനും കൂടെ ഒരു ഫണ്ടും ഒരു പോർട്ട്ഫോളിയോ ആണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ പല ആൾക്കാരും പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അവർ നോക്കുമ്പോൾ കൂടുതൽ പൈസ കാണും. അപ്പം 1 കോടിയുടെ വീട് മേടിക്കാൻ ഇരുന്ന ഒരാൾ ചിലപ്പോൾ അതിനകത്ത് ഇപ്പോൾ പോർട്ട്ഫോളിയോനകത്ത് 2 കോടി കാണുമ്പോൾ എന്തിനാ 1 കോടിയുടെ വീട് മേടിക്കണം, എന്നാൽ 2 കോടിയുടെ വീട് മേടിക്കാമെന്ന് പറഞ്ഞ് പോവും. പിന്നെ ഇതേമാതിരി ഇപ്പോൾ റിട്ടയർമെൻറ്റ് പിന്നെ വീണ്ടും 0 സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ പല പോർട്ട്ഫോളിയോസ് ആയിട്ട് ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ക്ലിയർ കട്ടായിട്ട് നിങ്ങളുടെ ഗോൾസിന് എത്ര എമൗണ്ട് വേണ്ടി വരുമെന്ന് മാർക്ക് ചെയ്യുക, ആ ഗോളിലോട്ട് എത്താൻ വേണ്ടി എത്ര വർഷം വേണ്ടി വരുമെന്നും ആലോചിക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് പല പോർട്ട്ഫോളിയോസ് പ്ലാൻ ഔട്ട്. സ്പെസിഫിക് ഏജ് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഏർലി 20s 30s ചെയ്ത് തുടങ്ങണം. കാരണം ഇപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ തന്നെ അടിയിൽ വരുന്ന LIC അങ്ങനത്തെ കുറേ ഇൻഷുറൻസ് കമ്പനികളൊക്കെ പല പ്ലാനുകൾ പറയുന്നുണ്ട്. അതെ, ഈ പറയുന്ന ചൈൽഡിന് വേണ്ടിയിട്ടുള്ളതും ഇതുപോലത്തെ റിട്ടയർമെൻറ്റ് പ്ലാൻ. അപ്പോൾ അതിനൊക്കെ ഒരു ഏജ് ഉണ്ട്. ഇപ്പോൾ ലെറ്റ്സ് കുട്ടികൾ വേണ്ടിയിട്ടുള്ള ഇടുന്ന ഫണ്ട് ഒരു 21 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മെച്യൂരിറ്റി ആയിട്ട് ഇത്ര എമൗണ്ട് കിട്ടുന്നു. അതൊക്കെ പറയുന്നത് 18 കൊല്ലം 20 കൊല്ലങ്ങളോളം ഒക്കെ എടുക്കണമെന്നാണ്. സോ ദർ ഷുഡ് ബി എ ടൈം. അപ്പോൾ ഇതേപോലെ ഈ റിട്ടയർമെൻറ്റിനൊക്കെ ആയിട്ടൊരു സ്പെസിഫിക് ടൈം ഉണ്ടോ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്? തീർച്ചയായിട്ടും. നമ്മൾ എത്രയും നാൾ നമ്മുടെ പൈസ ഇപ്പോൾ ഈ പറഞ്ഞ ബാക്കി കമ്പനീസ് കൊടുക്കുന്ന പ്രൊഡക്ട്സിനെക്കാട്ടും നമ്മൾ ഡയറക്റ്റ്ലി ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. അത് പല ആൾക്കാരും അത് തിരിച്ചറിയുന്നില്ല. നമ്മളിതുപോലെ ഇൻഷുറൻസ് പ്രോഡക്റ്റ് ആയിട്ട് എടുക്കുന്നതിനെക്കാട്ടും ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഗെയിൻ വരുന്നത് നമ്മൾ ഡയറക്റ്റ്ലി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ്. കാരണം ഈ പറഞ്ഞ കമ്പനീസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്, അവർ മാർക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എത്രയും നാൾ നമ്മൾ മാർക്കറ്റിനകത്ത് ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നോ അത്രയും ബെറ്ററാണ്. കാരണം ഇപ്പോൾ നിങ്ങളുടെ ഒരു 10 ലക്ഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യത്തെ ഒരു 20 ലക്ഷം ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും ഡബിൾ ആയിക്കഴിഞ്ഞാൽ 20 നേരെ 40 ആവുക. അപ്പോൾ ജനറലി നമ്മളിപ്പോൾ ഒരു 20% വെച്ചൊക്കെ കോമ്പൗണ്ട് ചെയ്യുമ്പോൾ നിയർലി ഒരു 3.5 വർഷം കൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ ആക്ച്വലി ഡബിൾ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു എക്സ്ട്രാ 3.5-4 വർഷം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി നമ്മുടെ ക്യാപിറ്റലും അതനുസരിച്ച് ഡബിളാണ്. അപ്പോൾ എത്രയും നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അത്രയും ബെറ്ററാണ്. പിന്നെ നേരത്തെ നിങ്ങൾ ചോദിച്ച പോലെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് മൈൻഡ് സെറ്റ്. ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയും ഒരു പ്രാവശ്യമെങ്കിലും പുറത്തുനിന്ന് കഴിക്കും അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രാവശ്യം പുറത്തുനിന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഓക്കെ ഈ പറഞ്ഞ പൈസ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കാതിരിക്കാൻ ചിലപ്പോൾ പുറത്ത് പോയി കഴിക്കാനിരുന്ന എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ പുറത്തുനിന്നും കഴിക്കും, അതിൻ്റെ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യും, രണ്ടും ചെയ്യും. അപ്പോൾ ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുക അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കോളേജിൻ്റെ സമയത്ത് മുതലേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ ഒരു മാസം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു 1000 രൂപ
1,500 രൂപയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ ഇതാ, ഈ 1,500 രൂപ കൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? അതെ, ഓക്കെ. ഇല്ല. ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതൊരു 18,000 രൂപ 20,000 രൂപയാവും. പക്ഷെ അതുകൊണ്ട് നമ്മളാരും പ്രത്യേകിച്ചൊന്നും ആവുന്നില്ല. പക്ഷേ ആ ഒരു ഹാബിറ്റ് നമ്മൾ വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇൻകം വരുമ്പോഴും നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ഓരോ രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കും, ഓക്കെ ഇത് വേണോ വേണ്ടയോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് പറ്റുന്ന മിസ്റ്റേക്ക്, അവരിങ്ങനെ ആയിരിക്കും, ഞാൻ റിട്ടയർമെൻറ്റിനെ പറ്റി ഒരു 40 വയസ്സിന് ശേഷം ആലോചിക്കാം, അതിനുശേഷം ഇതിന് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മളത് മാറ്റിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ആലോചിക്കും, ഓക്കെ എനിക്ക് ഇത്രയും സാലറി വരട്ടെ, ഇത്ര സാലറി വന്നതിന് ശേഷം മാത്രം ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ആലോചിക്കും, ഇപ്പം ഞാൻ കുറച്ച് എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ അത് നമ്മളിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും, ഒരിക്കലും നമ്മൾ തുടങ്ങില്ല. ഇപ്പോൾ നേരത്തെ പലപ്പോഴും ഈ പറഞ്ഞപ്പോൾ റിട്ടയർമെൻറ്റ് നമ്മളിപ്പോൾ ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്തു. പണ്ട് ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴേ ആൾക്കാർ ഒരു 50 വയസ്സ് കഴിയുമ്പോഴായിരിക്കും. ഇപ്പോൾ എന്ന് വെച്ചാൽ ആൾക്കാർ നേരത്തെ 30 വയസ്സിലും 25 വയസ്സ് കഴിയുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് തുടങ്ങുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ എത്രയും നേരത്തെ തുടങ്ങാൻ അത്ര നല്ല. ഹരി പറയുന്നത് ഇത് ഇപ്പം ഇക്വിറ്റിയിലാണ് ഹരി പറഞ്ഞു, ആസ് എ പേഴ്സണൽ ആകുമ്പോൾ ഈ ഇൻഷുറൻസിൽ പോകുന്നതൊക്കെ നല്ലത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ നമുക്ക് ലോങ് ടേമിന് 25 വയസ്സായ ഒരാളാണ് എന്നുണ്ടെങ്കിൽ ലോങ് ടേമിന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ ഹരി നേരത്തെ പറഞ്ഞു നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 2 to 3 മന്ത്സിനുള്ളിലായിരിക്കും അതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നു. അപ്പോൾ അത് ഹരിയുടെ അഭിപ്രായത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണോ നല്ലത്, അതോ ലോങ് ടേമിലിട്ട് ആ ഭാഗത്തേക്ക് നോക്കാതെ ആ ഒരു ടൈം മെച്ചോർഡ് ആകുമ്പോൾ നോക്കുന്നതാണോ നല്ലത്? അത് വളരെ നല്ല ക്വസ്റ്റ്യനാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇത്ര ആക്റ്റീവായിട്ട് മാർക്കറ്റ് മോണിറ്റർ ചെയ്യുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ഈ പറഞ്ഞ 2 to 3 മന്ത് സൈക്കിളിൽ നമുക്ക് മാനേജ് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നോക്കാനും സമയമില്ല, ഇതിൻ്റെ പുറകെ നടക്കാനുള്ളൊരു സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ ജസ്റ്റ് സ്റ്റോക്ക് മേടിച്ചിട്ട് അതിനെപ്പറ്റി മറന്നേക്കാം, റെഗുലറായിട്ട് ഈ പറഞ്ഞ ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ലോങ് ടേമിൽ ബുള്ളിഷ് തന്നെയാണ്. അപ്പോൾ ഇവിടെയുള്ള കമ്പനീസിൻ്റെയൊക്കെ പൊട്ടൻഷ്യൽ തീർച്ചയായിട്ടും വളരെ ഹ്യൂജാണ്. അപ്പോൾ അത് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കാം, മ്യൂച്വൽ ഫണ്ട്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ല ഇപ്പോൾ കുറച്ചും കൂടെ അഗ്രസീവ് ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്മോൾ കേസ് പോർട്ട്ഫോളിയോ പോലെയുള്ള പ്രോഡക്ട്സിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് കൂടുതൽ റിട്ടേൺസ് കിട്ടും. അപ്പോൾ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേറൊരു അപ്രോച്ചാണ്. ഷോർട്ട് ടേം ആയിട്ട് ഈ പറഞ്ഞാൽ എല്ലാ 2-3 മാസം കൂടുമ്പോൾ സൈക്കിൾ ചെയ്യുന്നത് അത് വേറൊരു അപ്രോച്ചാണ്. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് സൈക്കിൾ ചെയ്യുന്ന പ്രോസസ്സിനകത്ത് കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാം. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ പാസീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ്. നിങ്ങൾ ബാങ്കിൽ FD 10 വർഷത്തേക്ക് ഇടുന്നതും ഈ പറഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാനേജ് ചെയ്യാം. അതെ, രണ്ടും നല്ലതാണ്. കൂടുതൽ റിട്ടേൺസ് വേണമെങ്കിൽ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം. അല്ല കുറച്ചും കൂടെ കുറവ് റിട്ടേൺസ് മതി, നിങ്ങൾക്ക് അത്ര ടൈമും കാര്യങ്ങളും മെനക്കെടാനില്ലെങ്കിൽ പാസീവായിട്ട് വെറുതെ മേടിച്ച് വളരെ ലോങ് ടേമിലേക്ക് വേണ്ടി ഹോൾഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ റിട്ടയർമെൻറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഗോൾസ് ഡിഫൈൻ ചെയ്തിട്ട് അതുപോലെ തന്നെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോന്നിനും ഓരോ ബക്കറ്റ് ലിസ്റ്റ് ആക്കിയിട്ട് ഡൈവേഴ്സിഫൈഡ്. ഇത് എല്ലാ ആൾക്കാർക്കും പറ്റുന്നൊരു മിസ്റ്റേക്കാണ്, വളരെ കോമൺ ആയിട്ട് ആൾക്കാർക്ക് പറ്റുന്നതായിട്ടുള്ള മിസ്റ്റേക്ക് നമ്മൾ കണ്ട. എല്ലാ ഗോളിനും വേണ്ടി എനിക്കിപ്പോൾ ഒരു 10 ലക്ഷ്യങ്ങളുണ്ടാവും, ഈ 10 ഗോൾസിന് വേണ്ടി ഒറ്റ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യും. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻ്റെ ഗോൾ ചിലപ്പം 10 ലക്ഷത്തിൻ്റെ കാറ് മേടിക്കാനായിരിക്കും, അതിൻ്റെ കൂടെ ഒരു 1 ലക്ഷത്തിൻ്റെ മൊബൈൽ മേടിക്കാനൊരു ഗോൾ ഉണ്ടാവും. പക്ഷെ 1 ലക്ഷം ആകുമ്പോൾ തന്നെ ഞാൻ ആ പോർട്ട്ഫോളിയോ മൊത്തം ക്ലോസ് ചെയ്ത് മൊബൈൽ മേടിക്കും. അപ്പം നമ്മുടെ ആ വണ്ടി എന്ന് പറയുന്ന ഗോളോ, അപ്പം അതിനുവേണ്ടി പിന്നെ 0 സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഗോൾസും നിങ്ങൾ എഴുതി വെക്കുക. ഏത് വർഷത്തേക്കാണ് ഈ പറഞ്ഞ ഗോൾ അച്ചീവ് ചെയ്യേണ്ടത്, അതിനുവേണ്ടി എത്ര എമൗണ്ട് വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയുള്ള എമൗണ്ട് എത്രയാണോ പാർക്ക് ചെയ്യുന്നത് അതും നിങ്ങൾ ഈ പറഞ്ഞതിൽ ഇത് എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ട്രാക്ക് ഉണ്ടാകും കാര്യങ്ങളെ പറ്റി. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് സ്പെൻഡായി പോകും. ഓക്കെ നമ്മൾ നേരത്തെ വെൽത്ത് ക്രിയേഷൻ ഒരു മെൻറ്റാലിറ്റിയാണ്, ഒരു മൈൻഡ് സെറ്റ് ആണെന്നൊക്കെ കൂടുതലായിട്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പിന്നെ ജേർണി ഇൻട്രസ്റ്റിംഗ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാർക്കറ്റിലേക്കൊക്കെ വന്നു. ഇപ്പോൾ നല്ല രീതിയിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 428 കോടി അല്ലേ, ഇത്രയും വലിയ ഫണ്ടൊക്കെ മാനേജ് ചെയ്യേണ്ടത്. എങ്ങനെയായിരുന്നു നിങ്ങളതിലേക്കുള്ള ഒരു ജേർണി? അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആക്ച്വലി. ഞാനും മാർക്കറ്റിനകത്തോട്ട് വന്നത് കുറേ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ. ഏത് വർഷമായിരുന്നു? ഞാൻ ഒരു 2015 മുതലേ സ്റ്റാർട്ട് ചെയ്ത 2015 വെച്ചാൽ എനിക്ക് 18 വയസ്സായ സമയത്ത് തന്നെ ഞാൻ സ്റ്റാർട്ട് ഓഫ് ചെയ്തു. ഓക്കെ ഞാൻ ഫസ്റ്റ് ഇയർ ഓഫ് കോളേജ് വെച്ച് തന്നെ സ്റ്റാർട്ട് ഓഫ് ചെയ്ത. എന്തെങ്കിലും പിന്നെ ചെറിയ ജോലികളോ അല്ലെങ്കിൽ ചെറിയ കോളേജ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൂളിലാകുന്നപ്പോൾ എന്തൊക്കെയാ കുറേ നമ്മൾ ഈ പറഞ്ഞ കുറേ ചെറിയ സ്നാക്സിൻ്റെ സംഭവങ്ങൾ, പടക്കം, ഫിഷ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വിഷു അങ്ങനെ സീസൺ അനുസരിച്ച് പല സാധനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്.
അത് ആ ഒരു വെക്കേഷൻ്റെ സമയത്ത് അത് നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഫിഷ് പരിപാടിയൊക്കെ ചെയ്തു. ഫിഷിൻ്റെ പരിപാടിയൊക്കെ ചെയ്യാത്ത എനിക്ക് കേരളത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല ഫിഷ്. ക്രാക്കൊക്കെ ഉണ്ടാക്കും, എല്ലാം മീനും കൊണ്ട് എല്ലാം ചവറ് ചത്തു വീണ്ടും വാങ്ങും. അതെല്ലാവരും ചെയ്താൽ കേരളത്തിൽ ആരും തന്നെ ഉണ്ടാകുന്നില്ല ഫിഷിൻ്റെ സംഭവങ്ങളൊന്നും ചെയ്യാത്ത ആരും ഉണ്ടാകുന്നില്ല. അപ്പോൾ 18 വയസ്സ് മുതലേ ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും സ്ട്രക്ചേർഡ് ആയിട്ടല്ല, പക്ഷെ ഒരു ഗാംബ്ലിംഗ് മൈൻഡ് സെറ്റിലായിരുന്നു. കാരണം നമ്മൾ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോൾ എന്താ നമുക്ക് നമ്മൾ ഭയങ്കര പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഞാനും മാർക്കറ്റ്സ് പ്രിഫർ ചെയ്തത്. കാരണം സിനിമയിലും എല്ലായിടത്തും ഇത് ഈ പറഞ്ഞ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഒരു പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമായിട്ടാണ് നമ്മളിത് കാണുന്നത്. 2015 അല്ലേ? എന്തോ 2015, അതെ. ഭയങ്കര പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമായിട്ടാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ ഞാനും ഇതിനകത്ത് ഫാസിനേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമുക്കൊരു 16-20% ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കണക്കൂട്ടില്ലേ, ഓക്കെ ഞാൻ 10,000 വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ അതൊരു ഇത്ര ലക്ഷങ്ങളാവും അടുത്ത വർഷം. നേരത്തെ അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ സ്റ്റാർട്ട് ഓഫ് ചെയ്തത്. പിന്നെ ആ ഒരു സമയത്ത് ഈ പറഞ്ഞാൽ ഇതെന്താണോ ശരിക്ക് ഇത് ചെയ്യുന്ന ആൾക്കാർ അവരോട് നെറ്റ്വർക്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമുക്കിതിപ്പം അവിടെ ഇവിടെയൊക്കെ കണ്ടറിവും ആൾക്കാർ പറഞ്ഞ ഇതൊക്കെ കേട്ടിട്ടുള്ളൂ. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് 97% ആൾക്കാർക്കും പൈസ നഷ്ടപ്പെടുക. പക്ഷെ ഒറ്റ ഒരുത്തനോട് ചോദിച്ചാലും ലോസിനെ പറ്റി പറയില്ല. എല്ലാവരും അതാണ് കോൺഫിഡൻസ്. നാളെ പൈസ ഉണ്ടാക്കും പറഞ്ഞ പോലെ അവസാനത്തെ മിനിറ്റിൽ കോൾ അടിക്കുന്ന ആ ഒരു സാധനമാണ് ഉള്ളിൽ എല്ലാവർക്കും വർക്ക് ചെയ്യണം. അതെ, അപ്പോൾ ആരോട് നിങ്ങൾ ഇതിനെപ്പറ്റി ചോദിച്ചാലും അവർ ഇത്രയും പൈസ ഉണ്ടാക്കിയെന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ലോസ് ഉണ്ടാക്കിയിട്ടായിരിക്കും ഇരിക്കുക. പക്ഷെ ആരും ലോസിനെ പറ്റി പറയും ഞാൻ ഇന്നലെ ഇത്ര ഉണ്ടാക്കിയെന്നു, കഴിഞ്ഞ ആഴ്ച ഇത്ര ഉണ്ടാക്കി, അങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പോൾ നമ്മളിതിനകത്ത് ഭയങ്കര ക്യൂരിയസ് ആവും, ഇതെന്താ സംഭവം. അപ്പോൾ ഞാനും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു തോട്ട് ഇതായിരുന്നു, എല്ലാ ദിവസവും ഒരു 20% ഉണ്ടാക്കാൻ പറ്റും, ഇത് ഭയങ്കര അട്രാക്റ്റീവാണ്, പെട്ടെന്ന് പൈസക്കാരനാണ്, അതൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷെ ചെയ്തു വന്നപ്പോഴാണ് പിന്നെ മനസ്സിലായത് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, നടപ്പുള്ള കാര്യമാണ്. ചെയ്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി. പിന്നെ ഈ പറഞ്ഞാൽ നമുക്ക് പഠിച്ച സംഭവങ്ങളിൽ നിന്ന് നമ്മൾ ചെയ്ത മിസ്റ്റേക്സിൽ നിന്ന് എന്തൊക്കെ കൊണ്ടാണ് പെട്ടെന്ന്, അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ക്യാപിറ്റലൊക്കെ വാഷ് ഔട്ട് ചെയ്തു. അപ്പോൾ എന്തൊക്കെ ചെയ്തപ്പോഴാണ് ഇത് വാഷ് ഔട്ട് ആയത്, എന്തൊക്കെ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാം എന്ന് ആലോചിച്ചു തുടങ്ങി. ഹരിയപ്പം മോർലി സെൽഫ് ലേൺ ആയിരുന്നു, എല്ലാം സെൽഫ് ലേൺ ആയിരുന്നു. എന്നിട്ട് ഒരു സംഭവം എത്തിയാന്ന് വെച്ചാൽ എനിക്ക് ഈ പറഞ്ഞാൽ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. കാരണം നമ്മൾ ഈ പറഞ്ഞാൽ എല്ലാ ദിവസവും ഇത്ര ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഗ്രീഡ് വെച്ച് പോകുമ്പോഴാണ് നമ്മുടെ പൈസ മൊത്തം പോകുന്നത്. ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ, ഇതൊന്നും അല്ല സംഭവം. കുറച്ചും കൂടെ നമ്മൾ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആവണം, കുറച്ചും കൂടെ ഇതിന് വേണ്ടി എഫേർട്ട് എടുക്കണം. ഈസി മണി അല്ല, ആൾക്കാർ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യം, ഇതാണ് സത്യാവസ്ഥ എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തി. ആ ഒരു സമയത്ത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന ലെവറേജ് 5 ഇരട്ടിയാണ്. വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ 1 ലക്ഷം രൂപ ആണെങ്കിൽ 5 ലക്ഷം രൂപ വരെ ലെവറേജ് എടുത്ത് ട്രേഡ് ചെയ്യാം. അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അപ്സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ അന്ന് അപ്സ്റ്റോക്സ് ആയിരുന്നു മെയിൻ. അപ്സ്റ്റോക്സ് RKSV ആയിരുന്നു. 1 ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 ലക്ഷത്തിന് വെറുതെ ട്രേഡ് എടുക്കാം. അപ്പോൾ പ്രോഫിറ്റ് വന്നാലും ലോസ് വന്നാലും പെട്ടെന്നാവും. ക്യാപിറ്റൽ വാഷ് ഔട്ട് ആണ് ചാൻസ് വളരെ ഹൈ ആണ്. അപ്പം അന്ന് 40x വരെ ലെവറേജ് ഉള്ള സമയം. അപ്പോൾ പെട്ടെന്ന് വാഷ് ഔട്ട് ആവും. പ്രോഫിറ്റ് വരുമ്പോഴും പെട്ടെന്ന് വരും, ലോസ് വരുമ്പോഴും പെട്ടെന്ന് വരും. സ്റ്റോപ്പ് ലോസ്, റിസ്ക് റിവാർഡൊക്കെ എല്ലാം അന്ന് ഈ പറഞ്ഞ റിസ്ക് റിവാർഡ് എന്താണെന്നോ സ്റ്റോപ്പ് ലോസ് അറിയാം, പക്ഷേ റിസ്ക് റിവാർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ഓഫ് ചെയ്തു. ഈ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു, എന്തൊക്കെ ചെയ്താൽ പൈസ പോകുന്ന ആദ്യം പഠിച്ചു. പൈസ കിട്ടുന്നത് എങ്ങനെയാണെന്നല്ല, പക്ഷെ എന്തൊക്കെ ചെയ്താൽ പൈസ പോകുമെന്ന് മനസ്സിലായി. പിന്നെ ഒരു നിയർലി ഒരു 1.5 ഇയേഴ്സ് ആയപ്പോഴത്തേക്ക് കുറച്ചും കൂടെ മെച്ചുവറായി മാർക്കറ്റിൽ. പിന്നെ ഓരോ സ്റ്റോക്ക്, ഇപ്പോൾ സ്റ്റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റെഗുലറായിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നും എത്രത്തോളം മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാനൊരു ധാരണ നമുക്ക് കിട്ടും. പിന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഇതിനെപ്പറ്റി ഞാൻ കുറേ ഫോറിൻ ഓതർ ചാനൽസ് ഒക്കെ ഉണ്ടായിരുന്നു, ടേസ്റ്റി ട്രേഡ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഫോറിൻ ചാനൽസ് ഉണ്ട്. അപ്പോൾ അവരേത് മാർക്കറ്റ്സിലാണ് ട്രേഡ് ചെയ്യണേ? അവർ ഇന്റർനാഷണൽ മാർക്കറ്റ്സാണ് ട്രേഡ് ചെയ്യുന്നത്, പക്ഷേ ലോജിക് അല്ല സെയിം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇതിനെപ്പറ്റി കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ട്രേഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ നമുക്കറിയാം, പക്ഷെ അവർ ട്രേഡ് അല്ല ചെയ്യുന്നത്, അവരൊക്കെ ഇൻവെസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ ആൾക്കാരായിട്ട് ഞാൻ നെറ്റ്വർക്ക് ചെയ്തു. ട്രേഡിങ്ങിനെ കുറിച്ച് അറിയണത് ഫസ്റ്റ് മെയിൻ സ്ട്രീം ആയിട്ട് ഇതിനെപ്പറ്റി ഞാൻ പഠിക്കുന്നത് ഞാൻ 2019 ഫ്യൂച്ചേഴ്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിക്കായിട്ട് ഞാൻ വർക്ക് ചെയ്തു. ഫ്യൂച്ചേഴ്സ് ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രൊപ്പറേറ്ററി ട്രേഡിംഗ് ഫേം. ട്രേഡ് ചെയ്യണ മൊത്തം ഇന്റർനാഷണൽ മാർക്കറ്റ്സിലാണ്. ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ക്രൂഡ് ഓയിലാണ് അവിടെ ബാംഗ്ലൂർ ഓഫീസിൽ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ട്രേഡ് ചെയ്യുന്ന വോളിയം വളരെ ഹൈയാണ്.
ഒരുപാട് ഭയങ്കര വലിയ വോളിയം അവിടെ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ട്രേഡറിനും ഓൺ ആവറേജ് ഏറ്റവും കുറഞ്ഞത് അപ്പോൾ എനിക്കൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നിയർലി ഒരു $1 million ആയിരുന്നു എനിക്ക് ഉള്ള ഫണ്ടിങ് ക്യാപിറ്റൽ മാർജിൻ ഞാൻ മാനേജ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത് ഞാൻ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ആളുടെ കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സാധനം എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി, ഇൻ്റർവ്യൂ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി, എനിക്ക് പ്ലേസ്ഡ് ആവാൻ പറ്റി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പോലെയൊന്നും അല്ല സത്യം പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തോട്ടും കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഡാറ്റ ഡ്രിവണാണ്. അതിന് മുമ്പ് എൻ്റെ ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ മാനുവലായിരുന്നു. മാനുവലായിട്ട് സ്ക്രീനിൻ്റെ ഫ്രണ്ട് ഇരുന്ന് ഈ പറഞ്ഞതിൽ നോക്കി എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നേരത്തെ ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന അക്യൂറസി കൂട്ടാനായിരുന്നു. ഓക്കെ 10 ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് കൂടുതലെണ്ണം വിന്നിങ് വേണം. അക്യൂറസിയിലായിരുന്നു നേരത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സ്കെയിൽ ചെയ്യണമെങ്കിൽ അക്യൂറസി അല്ല, നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ അതിനുശേഷം മൊത്തം റിസ്ക് മാനേജ്മെൻറ്റിലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാനുവലായിട്ടുള്ള എഫേർട്സ് കുറച്ചുകൊണ്ടിരുന്നു. ഈ പറഞ്ഞതിൽ ഡാറ്റ ഡ്രിവൺ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമുക്കിപ്പോൾ ഒരു ഡാറ്റ കിട്ടി, അതിനെ ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്ത്, ഇപ്പം ഞാൻ നിങ്ങളോട് എയുടെ കേസ് പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് ഒന്നുമല്ല, നമ്മൾ ഈ പറഞ്ഞ എക്സലിലും ഈ പറഞ്ഞ പൈത്തണിലും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നത്. ഡാറ്റ വെച്ചിട്ട് നമ്മൾ റൂൾസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ഇത് വെച്ചിട്ട് കഴിഞ്ഞ 10 വർഷത്തിൽ ഈ ലോജിക്ക് എത്ര പ്രാവശ്യം വർക്ക് ചെയ്തു, ഇന്ന ലോജിക്ക് എത്ര പ്രാവശ്യം വർക്ക് ചെയ്തു, അങ്ങനെ 2-3 ലോജിക്സ് ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ അത് വർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. അങ്ങനെ പിന്നെ പ്യൂർലി റൂൾ ബേസ്ഡ് ട്രേഡിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മാനുവൽ ട്രേഡിങ് ഞാൻ ചെയ്യുന്നില്ല, കൂടുതൽ റൂൾ ബേസ്ഡ് തന്നെയാണ്. കാരണം അവിടെ വരുമ്പോൾ നമുക്ക് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടില്ല, ഇല്ല റൂൾ ബേസ്ഡ് ആയതുകൊണ്ട്. നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇമോഷൻസ് മാറ്റി നിർത്താം. കാരണം നമുക്കറിയാം കഴിഞ്ഞ 10 വർഷം ഈ പറഞ്ഞ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ റൂൾസ് വെച്ചിട്ട് എത്ര പ്രാവശ്യം ഈ സ്ട്രാറ്റജി വിന്നിങ് ആയിരുന്നു ലൂസിങ് ആയിരുന്നു എന്ന് നമുക്ക് ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ അറിയാം. മാനുവലി നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ പ്രശ്നം വെച്ചാൽ ഇമോഷൻസ് ഭയങ്കര വലിയൊരു ഫാക്ടർ ആവും. അത് സ്കെയിൽ ചെയ്യാൻ നേരത്തായിരിക്കും ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ. നിങ്ങൾ നേരത്തെ പറഞ്ഞു പിന്നെ AI എന്താ പറഞ്ഞത്, ആൽഗോ ട്രേഡിങ് ചെയ്യാൻ പിന്നെ ക്യാപിറ്റൽ, ബേസിക് ക്യാപിറ്റൽ അങ്ങനെയൊക്കെ ഒരു ക്രൈറ്റീരിയാസ് ഇല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ബേസിക് ക്രൈറ്റീരിയ എത്ര വരുന്നത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ചെറിയ ക്യാപ്പിൽ ആൽഗോ ട്രേഡിംഗ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുക 1 ലക്ഷം രൂപയ്ക്ക് 50,000 രൂപ ആൽഗോ ട്രേഡിംഗ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു മെച്ചം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ചെയ്യുന്നതിനകത്ത് എന്താണോ വരുന്നത് അതെല്ലാം ചാർജസ് ആയിട്ട് പോകും. അപ്പോൾ ഒരു ബെയർ മിനിമം ഒരു സസ്റ്റൈനബിൾ ആയിട്ട് ആൽഗോ ട്രേഡിംഗ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 lakh rupees എങ്കിലും വേണം. പക്ഷെ ഒരാൾക്ക് ഇത് എന്താണെന്ന് അറിയണം, ഇത് പഠിക്കണം, എക്സ്പ്ലോർ ചെയ്യണം. കാരണം ഇതൊരു പുതിയ കോൺസെപ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ 1 lakh സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ 1 lakh കൊണ്ട് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കരുത്. സ്ട്രാറ്റജി പ്രോഫിറ്റബിൾ ആയിരിക്കും, പക്ഷേ ചാർജസ് ഒക്കെ കാരണം നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. അതെ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 10 ലക്ഷം രൂപയൊന്നും ഇല്ലാണ്ട് ആൽഗോസ് റൺ ചെയ്തിരിക്കില്ല. പിന്നെ ഇതിനകത്തുള്ള വേറൊരു കാര്യം എന്താണെന്നറിയോ, അത് ഞാൻ എപ്പോഴും എല്ലായിടും പറയുന്ന, ആൽഗോസ് നമ്മൾ റൺ ചെയ്യുമ്പോൾ ഒറ്റ സ്ട്രാറ്റജി ആയിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒരേ സമയത്ത് ഒരു 3-4 സ്ട്രാറ്റജീസ് എങ്കിലും നമുക്ക് ഒരേപോലെ പാരലലി റൺ ചെയ്യാൻ പറ്റണം. കാരണം ചില മാർക്കറ്റ് കണ്ടീഷനിൽ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യില്ല, ചിലപ്പോൾ ബാക്കി 2 വർക്ക് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ 4 ട്രേഡ് സ്ട്രാറ്റജീസിനകത്ത് 1-2 വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മളത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരേ സമയത്ത് 2-3 സ്ട്രാറ്റജീസ് ആയിട്ട് റൺ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അതിന് അറ്റ്ലീസ്റ്റ് ഒരു 10 ലക്ഷം എങ്കിലും വേണം. അപ്പോൾ ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന്റെ ക്യാപിറ്റൽ തന്നെ മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസിൽ ഒരേ സമയം വർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. അതെ. അപ്പോൾ അത് ബാലൻസ് ഔട്ട് ആയി പോകും. ഓക്കെ. നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു സംഭവം എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടാക്കി. ഇപ്പോൾ നിങ്ങളെ ജോബിന് ഒരു ഹയർ ചെയ്ത സമയത്ത് $1 million എന്തോ ആണ് ഫസ്റ്റ് തന്നെ മാനേജ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുമ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സ്കില്ല് എന്താണ്? നിങ്ങൾക്ക് ബേസിക് ചാർട്ട് റീഡിങ് അറിയുന്നതാണോ, അല്ല പിന്നെ നിങ്ങളെ പാസ്റ്റ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ PNLന്റെ സംഭവമാണോ, അല്ലെ എന്തൊരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഒരൊക്കെ ഹയർ ചെയ്യുന്നത്? അത്രയും വലിയ ക്യാപിറ്റലാണോ ഒരാളെ മാനേജ് ചെയ്യാൻ കൊടുക്കുന്നത്? അത് ബേസിക്കലി അതിനകത്തുള്ള സംഭവം എന്ന് വെച്ചാൽ ഫ്യൂച്ചേഴ്സ് ഫസ്റ്റിൻ്റെ ഇൻ്റർവ്യൂസിനകത്ത് മെയിനായിട്ട് വരുന്ന സ്പീഡ് മാക്സ് ആണ്. എത്ര പെട്ടെന്ന് നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാം. പിന്നെ നമ്മുടെ ലോജിക്കൽ റീസണിങ്. ഒരു ട്രേഡറിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റണം. പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരിക്കണം. പിന്നെ ഈ പറഞ്ഞത് നമ്മൾ അത്യാവശ്യം ഈ പറഞ്ഞ റിസ്ക് മാനേജ്മെൻറ്റിന് വേണ്ടി അത്യാവശ്യം മാത്തമാറ്റിക്കലിയും നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ മാത്തമാറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒന്നുമല്ല, പെട്ടെന്ന് ഒക്കെ കണക്ക് നമുക്ക് അത്യാവശ്യം ഇത്ര റിസ്കിൽ 1 രൂപ റിസ്കിൽ 2, ഈ ട്രേഡിൽ 1 രൂപ റിസ്കിൽ 3, ആ പറഞ്ഞ കാൽക്കുലേഷൻസ് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റണം. അപ്പോൾ കൂടുതൽ അവർ നോക്കുന്നത്, ഞാൻ എൻ്റെ ഇൻ്റർവ്യൂയുടെ സംഭവത്തിനകത്ത് അവരെന്നോട് പുഷപ്പ് ചെയ്യാൻ പറഞ്ഞു. ആദ്യം പുഷപ്പ്, ഞാനത് ഇവരെന്തിനാ പുഷപ്പ് കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇവനെ എനിക്കൊന്നൊരു മൾട്ടിപ്ലിക്കേഷൻ സംഭവമായിരുന്നു. അപ്പോൾ സംഭവിച്ചാൽ നമ്മൾ സ്ട്രെസ്സിൽ എങ്ങനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ട്, എത്രയും
പുഷപ്പ് അത്രയും ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അണയ്ക്കാനൊക്കെ തുടങ്ങി. പിന്നെ എനിക്ക് ഒരു മൾട്ടിപ്ലിക്സ്. പുഷപ്പിലൊക്കെ ഞാൻ ഇന്റർവ്യൂ കിട്ടിയാലോ അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്, കാരണം ട്രേഡിംഗ് എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ കൂടുതൽ നോക്കുന്നത്. പിന്നെ ഇതിന് മുമ്പ് ഒരു ട്രെയിനിങ് ഉണ്ടാവും, ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ട്രെയിനിങ് ഉണ്ടായിരിക്കും, ഒരു സിമുലേറ്റഡ് എൻവയോൺമെൻറ്റ്. അതിന് ശേഷമാണ് നമുക്ക് ശരിക്കുള്ള ക്യാപ്പിൽ വരുന്നത്. പിന്നെ നമ്മളൊരു ടീമിലായിരിക്കും ഇനിഷ്യലി, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പിന്നെ ഇതിലനുസരിച്ചായിരിക്കും ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യണത്. അതെ. പിന്നെ അതുപോലെ തന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പിന്നെ ജേർണി സംസാരിച്ച സമയത്ത് ഏതൊരു സമയത്ത് എത്തിയപ്പോഴാണ് ഒരു സർക്കിൾ ഉണ്ടായത്, അല്ലെങ്കിൽ പിന്നെ കോമൺ തോട്ട്സ് ഷെയർ ചെയ്യണ കുറച്ച് ആളുകൾ നമുക്ക് കിട്ടിയ നമുക്കൊരു പിന്നെ ഗ്രാഫ് പെട്ടെന്ന് അങ്ങോട്ട് മേലോട്ട് പോയ സമയം ഉണ്ടാവില്ലേ, ആ ഒരു സമയം ഏതൊരു പോയിന്റ് ഓഫ് ടൈം എത്തിയപ്പോഴാണ്? അത് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷമാണ്. അതിന് മുമ്പ് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പ് ആ ഒരു കോവിഡിൻ്റെ ടൈമിലൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇതിനെ ബേസ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റിയും സർക്കിളും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്, വേറെ ആൾക്കാരായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നു. അതിന് മുമ്പെന്ന് വെച്ചാൽ എനിക്ക് ട്രേഡേഴ്സിന് അറിയാം, പക്ഷേ വളരെ ചുരുക്കം, ഒരു 4-5 ആൾക്കാർ നമ്മൾ ഡിസ്കസ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. പക്ഷേ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇതൊരു കമ്മ്യൂണിറ്റി മാതിരിയായി, ഈ പറഞ്ഞ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെയും. അപ്പോൾ പിന്നെ നമ്മൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ നമുക്ക് ക്ലയൻസിനെയും കിട്ടി, അതുപോലെ തന്നെ വേറെ പല ട്രേഡേഴ്സുമായിട്ട് നമ്മൾ കോമൺ ഇൻട്രസ്റ്റ് ഉള്ള ട്രേഡേഴ്സുമായിട്ടും കണക്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിന് ശേഷമാണ് ഇതൊരു സർക്കിളായിട്ട് മാറാൻ തുടങ്ങിയത്. അതിന് ശേഷമാണ് പിന്നെ ഈ പറഞ്ഞ ഇൻഡസ്ട്രീനകത്ത് ഇപ്പോൾ ഇതിനകത്തുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ട്രേഡിങ് ഇതിനകത്തുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ആരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം മാർക്കറ്റ് അത്രയും വലുതാണ്. മനസ്സിലായോ? ഇപ്പോൾ വേറെ ഏതൊരു ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാലും ഒരേ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്ന ആൾക്കാരെല്ലാം കോമ്പറ്റീറ്റീവ്. ഹെയ്റ്റ് ഉണ്ടാവും ഉള്ളിൻ്റെ ഉള്ളിൽ. പക്ഷെ ഇതിനകത്ത് ആണെങ്കിൽ ഒരു മോണോപ്പൊളി ആണെന്നുള്ളൊരു ചിന്തയാണ്, മാർക്കറ്റ് ലൂസ് ചെയ്യുമെന്നുള്ളൊരു ഇതില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഓരോ ട്രേഡറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ട്, ഇൻസൈറ്റ്സ് കിട്ടും, അവരുടെ അപ്രോച്ചിലോ എന്തെങ്കിലും കാര്യം. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ലേണിംഗ് ഉണ്ട് അതിൽ നിന്ന്. അതാണ് അതിനകത്ത് വേറൊരു കാര്യം. നമുക്കിപ്പോൾ ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ടെങ്കിലും സെബി രജിസ്റ്റേർഡ് RIs വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാണെന്നുള്ളത് എനിക്ക് വരെ ഐഡിയ. തീർച്ചയായിട്ടും പറയാൻ സെബിയുടെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രിലിമിനറി സംഭവം എന്ന് വെച്ചാൽ സെബിയുടെ, ഇപ്പം ഞാൻ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ആണ്. അപ്പോൾ അതിന് ആദ്യം നമുക്ക് NASM RA എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട്, അതാണ് ഏറ്റവും പ്രിലിമിനറി സാധനം. പിന്നെ വേറെ സംബന്ധിച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും വർക്ക് എക്സ്പീരിയൻസും ആണ്. അപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ അതിപ്പോൾ എല്ലാ എക്സ്പീരിയൻസും അവർ കൗണ്ട് ചെയ്യില്ല, ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലുള്ള വർക്ക് എക്സ്പീരിയൻസ് അവർ ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ യൂറോപ്യൻ ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എനിക്കതൊരു ആഡഡ് പ്രിവിലേജ് ആയിരുന്നു, കാരണം ഞാനൊരു പ്രൊഫ് ഫേമിൽ ഇത്രയും വോളിയം ചെയ്തുകൊണ്ട് അതെനിക്ക് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ അവർ നമ്മുടെ റിസർച്ച് കപ്പാസിറ്റി, നമ്മുടെ നോളേജ് ലെവൽസും ചെക്ക് ചെയ്യും, അത് ഇൻ്റർവ്യൂസ് പോവാം. പിന്നെ എൻ്റെ കേസിനകത്ത് ഈ പറഞ്ഞാൽ P&L സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചോദിച്ചിരുന്നു. പിന്നെ വേറെ പല ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു ഈ ഫണ്ടമെൻ്റൽസിനെ ബേസ് ചെയ്തിട്ട്, നമുക്കൊരു കമ്പനിയുടെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് അനാലിസിസ് ചെയ്യാനുള്ള സംഭവങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ത്യയിലെ ഏറ്റവും യങ്ങസ്റ്റ് സെബി രജിസ്റ്റേർഡ് RA ഞാനായിരുന്നു. ഇപ്പോൾ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്. എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് ഇപ്പോൾ 2.5 വർഷമായി. 2.5 വർഷമായില്ലേ? ഓക്കെ. ഇപ്പോഴും സെയിം പ്രോസസ്സ് തന്നെ ആയിരിക്കും? പ്രോസസ്സൊക്കെ സെയിം തന്നെ. ഓക്കെ. എനിക്കൊരു ക്വസ്റ്റ്യൻ ക്യൂരിയോസിറ്റിയിൽ ചോദിക്കുന്നത്, 2015 ഈ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏർലി ഗ്രോത്ത് ആണ് മൊത്തത്തിലും, പ്ലസ് ഇപ്പോൾ ബൂമായി നിൽക്കുന്ന ബിറ്റ് കോയിൻ്റെ ഒക്കെ ഒരു ഏർലി ഗ്രോത്ത്. ആ ടൈമിൽ ഒരു വിഷൻ ഉണ്ടായിരുന്നോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിങ്ങനെ പോകും, അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നു? എനിക്കിപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ പറയുന്ന ബിറ്റ് കോയിൻ ഓവർ റേറ്റഡ് ആണോ? കാരണം എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു സൂപ്പർ പവർ എന്ന് പറയുന്ന ഒരു കോയിനാണ്. തെറിയൊക്കെ ഉണ്ടെങ്കിലും ബാക്കി എല്ലാ കോയിൻസിനും ഇതിന്റെ ഗ്രോത്ത് പോലെയാണ് അതിന്റെ എല്ലാം അണ്ടർലൈൻ സാധനമായിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. ഓക്കെ, അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ശരിയാണ്, ബിറ്റ് കോയിൻ്റെയൊക്കെ ഒരു ബൂം സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരെ പറ്റി അറിയുന്നതും കേൾക്കുന്നതൊക്കെ ആ ഒരു 2015 മുതലുള്ളൊരു ടൈമിലാണ്. അപ്പോൾ ഇനീഷ്യലി ഈ പറഞ്ഞിട്ട് നമ്മളും കുറച്ച് സ്കെപ്റ്റിക്കലായിരുന്നു ഈ പറഞ്ഞതിന് വേണ്ടി. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രീനെ പറ്റി തന്നെ, കാരണം ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് 99.99% മൊത്തം സ്കാമാണ്. അപ്പോൾ ഇതിനകത്ത് എന്ത് വിശ്വസിക്കാം, ഇത് എന്തിനെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ റിലയൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഷെയർ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം പറയാം, ഇതുകൊണ്ടാണ്, മറ്റേനൊരു കാരണം ഉണ്ടാവില്ല. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ട്വീറ്റ് ആയിരിക്കാം, ന്യൂസ് ആയിരിക്കും. അതെ, ഇലോൺ മസ്കിൻ്റെ എന്തെങ്കിലും ട്വീറ്റ് ആയിരിക്കും എൻ്റെ പ്രൈസ്. ഇപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി
എന്താ പറയുക, നമ്മുടെ ഹാർഡ് ഏൺ മണി ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ റീസൺ വെച്ചാൽ ഇത് ഭയങ്കര വോളട്ടൈലാണ്, ഒട്ടും ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ച് ക്രിപ്റ്റോ എക്സ്ചേഞ്ചസുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ബേസിക്കലി കിട്ടുന്ന പേയ്മെൻറ്റ്സ് മൊത്തം ക്രിപ്റ്റോയിൽ തന്നെയാണ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഇപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ച് ആവട്ടെ, ഇപ്പോൾ Pi42 എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്രിപ്റ്റോ എക്സ്ചേഞ്ചസുമായിട്ട് ഞാൻ പേഴ്സണലി വർക്ക് ചെയ്യുന്നുണ്ട്. പ്രൊമോഷൻസ് അല്ല, പകരം അവർക്ക് വേണ്ടി ആൽഗോസും കാര്യങ്ങളും ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ച് ആണ് ഇപ്പോൾ വേൾഡിലെ തന്നെ നമ്പർ 2 ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച് ഇപ്പോൾ ഡെൽറ്റയാണ്. ഇപ്പോൾ Pi42 എന്ന് പറഞ്ഞ വേറൊരു കമ്പനിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളിതിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ കൺസൾട്ടിങ് ഫീ നമ്മൾ ക്രിപ്റ്റോയിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ആൽഗോസ് തന്നെ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത് ക്രിപ്റ്റോന്ന് തന്നെ കിട്ടിയ പൈസ, അപ്പോൾ അത് ഞാൻ ക്രിപ്റ്റോനകത്ത് റിസ്ക് ചെയ്യുന്നത് എനിക്ക് കുഴപ്പമില്ല. ചെക്ക് ചെയ്യണ പോലത്തെ അങ്ങനത്തെ ഒരു ടൂൾ. അതെ. പക്ഷേ എൻ്റെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഈ പറഞ്ഞ ഇതിൽ ക്രിപ്റ്റോയിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും എനിക്ക് പേടിയാണ്. കാരണം വി ഡോണ്ട് നോ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് അതൊരു എക്സ്പെർട്ട് ആൾ പോലും ഭയപ്പെടുന്നു. പക്ഷെ ബാക്കിയുള്ളവർ പൈസ കൊണ്ട് ഇടുകയാണ് അതിൽ. അതാ റിസ്ക് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ചെയ്തോളൂ. മീം കോയിൻസ് ഒക്കെ എന്തോരം ഇറങ്ങുന്നത്, അതൊക്കെ ആൾക്കാർ ട്രസ്റ്റ് ചെയ്ത് ഒരുപാട് കാശ് പോകുന്നുണ്ട്. അത് ആൾക്കാർ അതൊരു ഗ്രീഡിന്റെ പൊക്കത്ത് വരുന്ന. പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് റിസ്ക് ചെയ്യാൻ, ഓക്കെ ഈ പറഞ്ഞ പൈസ പോകുന്ന ഉള്ളൊരു ഇതിനകത്ത് ഇപ്പം ഞാനിപ്പോൾ ഒരു 1 ലക്ഷം രൂപ ഇടുക, ഇതിപ്പോൾ പോയാലും എനിക്ക് കുഴപ്പമില്ല, കിട്ടി പോയാൽ പോയി. ആ ഒരു രീതിയിൽ ഈ പറഞ്ഞ മീം കോയിൻസിലൊക്കെ ആൾക്കാർ ഇടുന്നത് കുഴപ്പമൊന്നുമില്ല, അവർക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ. പക്ഷേ ഇപ്പോൾ വീട് പണയം വെച്ചും ലോൺ എടുത്തും ഒന്നും ഒരിക്കലും വന്ന് ക്രിപ്റ്റോയിലൊക്കെ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞ്, ക്രിപ്റ്റോയിലല്ല ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റിലും അല്ല, അങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ പിന്നെ പെന്നി സ്റ്റോക്സും മീം കോയിൻസ് ഒക്കെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം എന്താ വെച്ചാൽ ചെറിയ പൈസക്ക് കൂടുതൽ വോളിയം കിട്ടാണല്ലോ. അപ്പോൾ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു സ്റ്റോക്ക് വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും പെന്നി സ്റ്റോക്ക് ചിലപ്പോൾ 1000 ഒക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ അത്ര ഒരു കമ്പനീൻ്റെ 1000 സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാന്നുള്ളൊരു പവറിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പിന്നെ ലോട്ടറി അടിക്കുന്ന പോലത്തെ ഒരു സാധനം കിട്ടുക എന്നുള്ളതിൻ്റെ പേരിലൊക്കെയാണ് ഒരുപാട് ആളുകൾ ചെയ്യുന്നത്. ചിന്ത എന്നുണ്ടെങ്കിൽ അതൊരു $1 വന്നു കഴിഞ്ഞാലും നമ്മൾ മില്യണേഴ്സ് ആയി എന്ന ഇതിലാണ് വാങ്ങി വെക്കുന്നത്. അതിനകത്ത് വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ക്രിപ്റ്റോ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ Dream11 അല്ലാണ്ട് ഇതുപോലുള്ള ബെറ്റിംഗ് പ്ലാറ്റ്ഫോംസും ആപ്സൊക്കെ ഇല്ലേ, ഈ പറഞ്ഞ ആപ്സും പ്ലാറ്റ്ഫോംസൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെയൊക്കെ കാട്ടും കൂടുതൽ റവന്യൂ ടേൺ ഓവറും ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ട്? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുക? അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 10 ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ ഒരു 100 ആൾക്കാരോളം ഇതുപോലെ ബെറ്റിംഗ് ആപ്സിൽ പോയി ചേരുന്നുണ്ട്. അപ്പോൾ എന്താ? അപ്പോൾ അത് ആൾക്കാരുടെ മൈൻഡ് സെറ്റ്, ആൾക്കാർക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. അത് മാത്രമാണോ? കാരണം അത് അഡ്വർടൈസ് ചെയ്യുന്ന സെലിബ്രിറ്റീസ്, കാരണം സെലിബ്രിറ്റീസ്, ക്രിക്കറ്റേഴ്സ്, അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെയാണ്. എസ്പെഷ്യലി Dream11 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമീർ ഖാൻ, രൺബീർ കപൂർ, ധോണി, ബാക്കിയുള്ള മെയിൻ പ്ലെയേഴ്സ് ഒക്കെ ചെയ്യുന്നത്. ഇവർ വന്ന് അഡ്വർടൈസ് ചെയ്യുമ്പോൾ അതിലേക്ക് പോകാനുള്ള ഒരു ത്വര കുറച്ചുകൂടി കൂടുതലായിരിക്കും. അതും ഉറപ്പായിട്ടും അതൊരു ഫാക്ടറാണ്. പക്ഷെ എന്നാൽ പോലും പക്ഷേ ഇതിനകത്ത് ചേരുന്ന ആൾക്കാർക്ക് ചേർന്ന് കഴിഞ്ഞു അവർക്ക് അറിയാമല്ലോ ഇത് ബെറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഇതൊരു ഗാംബ്ലിംഗ് മൈൻഡ് സെറ്റ് ആണ്. കയറി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റുമല്ലോ. പക്ഷെ എന്നാലും പിന്നെയും ആൾക്കാർ അത് ചെയ്തോണ്ടിരിക്കും. പിന്നെ ഒരു സ്പെസിഫിക് ഇൻഡിവിജ്വലിനോടുള്ള ഒരു താല്പര്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ, അവരുള്ളൊരു ട്രസ്റ്റ് ഒക്കെ ആവാം. ഇത് ചെയ്യാനും എളുപ്പമാണ്. കാരണം ഇപ്പോൾ കുറച്ച് സ്പോർട്സ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ Dream11 IPL നടന്നുകൊണ്ട്, അപ്പോൾ അത് ചെയ്യാനും അതൊരു ഗെയിം സ്പിരിറ്റിൽ അത് ചെയ്യാനും. ആക്ച്വലി ഹരി പറഞ്ഞ പോലെ ഇത് ഗാംബ്ലിംഗ് ആണ്, ഇത് ഇന്ന പരിപാടിയാണെന്ന് അറിയെങ്കിലും അതെല്ലാം ബാക്ക് ഡോറിലാണ്. ഫസ്റ്റിലർ നോക്കുന്നത് ഓക്കെ ഞാനൊരു ടീം ഉണ്ടാക്കുന്നു, എൻ്റെ ടീമിൽ എത്ര പേർക്ക് എത്ര പോയിന്റ് കിട്ടുന്നു എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവിലാണ് പോകണമെങ്കിലും സംഭവം ചെയ്യുന്നത് ഗാംബ്ലിംഗ് പരിപാടിയാണ്. അതുകൊണ്ടാണ് അതാണ് അവർ ക്യാഷ് ചെയ്യുന്നതും. ഇതിനെ കൊണ്ടുവരുന്ന രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. ഉറപ്പായിട്ടും അത് അപ്പോൾ അതിനകത്തുള്ള സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ചില സെലിബ്രിറ്റീസ് ഈ പറഞ്ഞതിൽ ചില കറി പൗഡേഴ്സും കാര്യങ്ങളൊക്കെ എൻഡോസ് ചെയ്യുന്നുണ്ട്. അതേ സെലിബ്രിറ്റീസ് ഇതേമാതിരി ഇതിപ്പോൾ വലിയൊരു കോൺട്രവേഴ്സി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേ സെലിബ്രിറ്റീസ് അതിനെ ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ചെന്ന് കയറും. പക്ഷേ അവരുടെ കറി പൗഡർ ചിലപ്പോൾ നമ്മൾ ഒരിക്കൽ പോലും മേടിച്ചിട്ടുണ്ടാവില്ല. കാരണം എല്ലാവർക്കും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിതുപോലെ നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു സ്റ്റോക്ക് ബ്രോക്കറായിട്ട് ഒരു ഡിസ്കഷൻ നടക്കുകയാണ്. കാരണം ഇപ്പോൾ വരുന്നൊരു ജനറേഷൻ കാണുന്നത് എന്താ, സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക, ഭയങ്കര ലക്ഷറി ലൈഫ്, സോഷ്യൽ മീഡിയ ഒരു ലൈഫാണ് ആളുകൾ കാണിക്കുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത്, റീസെൻ്റ്ലി ഒരു ബിഗ് സ്കാം നടന്നിട്ടുണ്ട്. ലുഡോ കളിച്ച് പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി. കുറേ യൂട്യൂബേഴ്സൊക്കെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് കേസ് എന്തൊക്കെ വന്നിട്ടുണ്ട്. ഹൈദരാബാദ് ബേസ് ചെയ്തിട്ട് കുറെ സെലിബ്രിറ്റീസിനും കേസ് വന്നിട്ടുണ്ട്. മുഖം കണ്ടറിയാം, ബട്ട് പേരെടുത്ത് പറയാൻ അറിയില്ല. അവർക്കൊക്കെ ഇതേപോലെ കേസൊക്കെ വന്നിട്ടുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഏത് നിഷും ചെയ്യും എന്നുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, എന്ത് കിട്ടിയാലും ചെയ്യാന്നുള്ള. പക്ഷേ എത്തിക്സ് നോക്കാതെ ചെയ്യുന്ന പല ഇൻഫ്ലുവൻസേഴ്സിനും പല ഇഷ്യൂസും പിന്നീട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കേരളത്തിലടക്കം അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്.
ഇപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം അതാണ്. കാരണം അവർക്കറിയാം ഇപ്പോൾ നേരായ വഴി കൂടെ പോയി. ഇപ്പോൾ അതാണ് ഇപ്പോൾ പല ആൾക്കാരുടെയും എസ്പെഷ്യലി ജെൻസി ജനറേഷൻ്റെ മെയിൻ ഒരു മൈൻഡ് സെറ്റ് അതാണ്. നേരായ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന ലൈഫ് സ്റ്റൈലോ ഞാൻ വിചാരിക്കുന്ന ഇൻകമോ എനിക്ക് ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇതുപോലെ എന്തെങ്കിലും സ്കാമോ ഇതുപോലെ എന്തെങ്കിലും ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീമിലോ ചെന്നൊന്ന് ഒരു കൈ നോക്കാം. ജെൻസി മാത്രമാണോ? പണ്ട് മുതലേ ലോട്ടറി സജീവല്ലേ? ലോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇത് തന്നെയാണ്. ഇതൊക്കെ വേറെ വേറെ മോഡലാണ്. ശരിയാണ്. കിട്ടിയത് ലോട്ടറി എടുക്കുന്നുണ്ട്. പക്ഷെ ലോട്ടറി കിട്ടുന്ന പൈസ ഈസി കമ്മിങ് ആണ്, ഈസി ഗോയിങ് ആണ്. തീർച്ചയായിട്ടും അത് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ടോ. ജെൻസി നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പം എല്ലാം ജെൻസി എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് വിസിബിൾ ആയതുകൊണ്ടാവാം. ലോട്ടറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ചേട്ടന്മാര് അല്ലെങ്കിൽ മൂത്താപ്പ് ഇവരൊക്കെ പോക്കറ്റിൽ പണ്ട് ലോട്ടറി കാണും. നമ്മളിത് നോക്കും, എന്ത് സാധനം എയറോപ്ലെയിനിട്ട് ഇടും. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവരും വന്ന് അവരുടെ ലക്ക് പരീക്ഷിച്ചിരുന്നാണ്. കിട്ടിയെന്നുള്ള മൈൻഡില്. അത് ശരിക്കും വളരെ നല്ല വാലിഡ് പോയിന്റ് ആയിരുന്നു. നമ്മൾ വെൽത്ത് മാനേജ്മെൻറ്റിനെ കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ലോട്ടറിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് പിന്നെ ഓണം ബമ്പർ പോലത്തെ ഒക്കെ ലോട്ടറീസ് അടിക്കുന്നുണ്ട്. ഇപ്പോൾ GCCയിലൊക്കെ ആണെങ്കിലും ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ പിന്നെ ബിഗ് ടിക്കറ്റ്സ് ഒക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ ഇവരൊന്നും പിന്നീട് ആ ഒരു വലിയ എമൗണ്ട് കയ്യിൽ വന്നതിൻ്റെതായിട്ടുള്ളൊരു പിന്നെ ലൈഫ് സ്റ്റൈലിലെ മാറ്റമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നീട് വീണ്ടും താഴേക്ക് തന്നെ പോരും. ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ പിന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിലുള്ള എവിടെയോ ഉള്ളൊരു മിസ്റ്റേക്ക് അല്ലേ ഇത്തരം കാര്യങ്ങളിലേക്ക്? അതെ, അത് ഉറപ്പായിട്ടും വലിയൊരു ഫാക്ടറാണ്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ആ പൈസ ഉണ്ടാക്കുന്നതിനെക്കാട്ടും ബുദ്ധിമുട്ട് അത് റീറ്റെയിൻ ചെയ്യാൻ. കാരണം എസ്പെഷ്യലി ഇപ്പോൾ നാട്ടിലൊക്കെ പറയുമ്പോഴത്തേക്ക് ടാക്സസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹെവിയാണ്. അപ്പോൾ നമുക്ക് മര്യാദയ്ക്ക് ടാക്സ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടിയതിനെക്കാട്ടും എളുപ്പമായിട്ട് നമുക്ക് വന്ന പൈസ മൊത്തം പോവുകയും ചെയ്യും. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയും വെറുതെ വരുന്ന പൈസയും തമ്മിൽ ആൾക്കാർ ഒരേ രീതിയിൽ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ പല സെലിബ്രിറ്റീസിനും പല സ്പോർട്സ് പ്ലേയേഴ്സിനൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. പണ്ട് വലിയ സ്പോർട്സ് പ്ലെയർ ആയിരിക്കും, പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഒരു അതെ ആ പ്രൈം ടൈം കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സെലിബ്രിറ്റീസും ഇതുപോലെ വെൽത്ത് മാനേജേഴ്സിനും കാര്യങ്ങളൊക്കെ എൻഗേജ് ചെയ്യാറുണ്ട്. അവിടെ ഫിനാൻസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനും പോർട്ട്ഫോളിയോസും കാര്യങ്ങളും മാനേജ് ചെയ്യാനൊക്കെ എൻഗേജ് ചെയ്യുന്നുണ്ട്. നമ്മളും കുറേ സെലിബ്രിറ്റീസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ റീസൺ എന്താണ്, ഇപ്പോൾ ആൾക്കാർക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായി തുടങ്ങി. ഓക്കെ, എനിക്കിപ്പം ഇന്ന് ഇൻകം ഉണ്ടാവും, നാളെ ഇൻകം ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു തിരിച്ചറിവ് ആൾക്കാർക്ക് വന്നു തുടങ്ങി. അപ്പം പെട്ടെന്നൊരു എമൗണ്ട് കയ്യിൽ പൈസ വരുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഭാവിനെ പറ്റി ആലോചിക്കുന്നില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിക്കാം. നിങ്ങൾ പിന്നെ വാച്ച് ചെയ്യണ എന്തെങ്കിലും സ്പെസിഫിക് സ്റ്റോക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്ടറോ ഭാവിയിൽ ഭയങ്കര ഫ്യൂച്ചറിൽ നല്ല ബൂം വരുന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പിന്നെ ലിസണേഴ്സിന് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റുകയാണ് അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പം നമ്മൾ സെബി രജിസ്റ്റേർഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഓപ്പണായിട്ട് പറയാം. ഇപ്പം നിങ്ങൾക്ക് ഡിസ്ക്ലെയിമർ ഒന്നും ഇടണ്ട, പ്ലീസ് കൺസൾട്ട് യുവർ ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നൊന്ന് പറഞ്ഞു. കാരണം നമ്മൾ സെബി അതെ. അപ്പോൾ ഇപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് എൻട്രി എടുത്ത സ്റ്റോക്സ് എന്ന് വെച്ചാൽ ഒന്ന് SRF, പിന്നെ അദാനി ടോട്ടൽ ഗ്യാസ്, പിന്നെ SRF, അദാനി ടോട്ടൽ ഗ്യാസും അപ്പോളോ ടയർസും. ഈ പറഞ്ഞ 3 സ്റ്റോക്സിൽ അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഇന്നിപ്പോൾ നമ്മൾ 21-ാം തീയതി അല്ലേ? സോറി ഇന്ന് 23rd. അപ്പോൾ ഇന്ന് 23rd മാർച്ചിലാണ്, നമ്മൾ 23rd മാർച്ചാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അപ്പോളോ ടയർസ്, SRF, പിന്നെ ഈ പറഞ്ഞ അദാനി ടോട്ടൽ ഗ്യാസ്, ഈ പറഞ്ഞ 3 സ്റ്റോക്സാണ് നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ട് എൻട്രി എടുത്തത്. അപ്പോൾ നാളത്തേക്ക് നമ്മൾ ബേസിക്കലി എൻട്രി നോക്കുന്നത് ഗെയിൽ എന്ന് പറഞ്ഞൊരു സ്റ്റോക്കിലും കൂടെ നാളത്തേക്ക് നമ്മൾ എൻട്രി നോക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 സ്റ്റോക്സാണ് നമ്മൾ ഒരു അടുത്തൊരു 1.5-2 മാസം അല്ലെങ്കിൽ ഒരു 1.5-2 മാസത്തേക്ക് ഹോൾഡിംഗ് ഡ്യൂറേഷന് നോക്കുന്ന 4 സ്റ്റോക്സ് നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാൻ പറ്റുന്നു. താങ്ക്സ്. പൊതുവെ ആരും അങ്ങനെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് അങ്ങനെ ചെയ്യാറില്ല, അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ എന്തെങ്കിലും അത് ബേസിക്കലി ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെബി ഗൈഡ്ലൈൻസ് അനുസരിച്ച് ലൈസൻസ് ഇല്ലാണ്ട് ചെയ്യാൻ പാടില്ല. നമുക്ക് ലൈസൻസ് ഉള്ളത് ചെയ്യാം. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇല്ലല്ല. ഓക്കെ. ഏതായാലും പിന്നെ താങ്ക്സ് ഹരി. പിന്നെ ഒരുപാട് കാര്യമായിട്ടുള്ള ഇൻസൈറ്റ്സ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും വിചാരിക്കണേ. പിന്നെ വന്നതിൽ നന്ദി. നമുക്ക് വീണ്ടും പിന്നെ മറ്റ് സെഷൻസിൽ തീർച്ചയായിട്ടും നല്ല ഇൻഫോർമേറ്റീവ് വരുന്നത്. അതെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ഓക്കെ, ശരി എന്നാൽ താങ്ക് യു. അപ്പോൾ താങ്ക് യു.